الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على عبدك ورسولك سيدنا ونبينا محمد وعلى آله وصحبه وسلم تسليما كثيرا بقدر عظمة ذاتك في كل وقت وحين. قال رضي الله عنه: فصل في ذكر شيء من الأعيان المتنجسة وما يطهر منها بالدباغ وما لا يطهر. ഇവിടെ ഹഖീഖത്ത് പറഞ്ഞാൽ ഇതിപ്പോൾ പറയണം, ഫസ്ലായിട്ട് പറയണം എന്ന് ഉണ്ടെന്നില്ല. അത് വേറെ ഭാഗത്ത് അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി നജാസാത്ത് പറയണോടത്ത് പറഞ്ഞാൽ മതിയില്ലേ, വജുലൂദുൽ മൈതതി തത്ഹുറു ബിദ്ദ. പക്ഷേ ഇവിടെ ഒരു മുനാസബത്ത് കൊണ്ടാണ് അവർ പറഞ്ഞത്. നമുക്ക് ആലത്തുൽ ആലുണ്ട്, ആലത്തുണ്ട്. തഹാറത്തിൻ്റെ ആലത്താണ് വുളൂഅ്, അല്ല തഹാറത്തിൻ്റെ ആലത്താണ് വെള്ളം. ആ അതിന് നമുക്ക് എന്തുണ്ട്, ആലത്തുണ്ട്, ആലത്തിൻ്റെ ആലത്ത്. അത് ഒന്നുകൂടി ഇജ്തിഹാദ് ആലത്തുൽ ആലത്ത്. രണ്ടാമത്തെ ഉള്ളതാണ് അവാനി, പാത്രങ്ങൾ. അപ്പോൾ വുളൂവിന് പാത്രം ആവശ്യമാണല്ലോ. ആ ആവശ്യമുള്ളത് കൊണ്ട് ആ പാത്രങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പാത്രങ്ങളെക്കുറിച്ച് പറയണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ആ പാത്രം സാധാരണ നമ്മളിപ്പോൾ പ്ലേറ്റ് വ്യാപകമായി കിട്ടണ പോലെ പഴയ കാലത്ത് പ്ലേറ്റ് വ്യാപകമായിട്ട് കിട്ടില്ല. അപ്പോൾ വ്യാപകമായിരുന്ന എന്താണ്, തോലിൻ്റെതാണ്. മനസ്സിലായ? അപ്പോൾ ആ ഒരു മുനാസബത്തിൽ ഇത് ഉദ്ധരിച്ചതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നജാസത്തിൻ്റെ ബാബാണ്. ഇനാ കൊണ്ടുവരണോടത്ത് ഇത് കൊണ്ടുവരണമെന്നില്ല. പക്ഷെ മുനാസബത്ത് എന്താണ്, നമ്മൾ വുളു എടുക്കണം എന്നുണ്ടെങ്കിൽ പാത്രമാണ്. ആ പാത്രം എന്തിൻ്റെ പാത്രമാവാൻ പറ്റും എന്നുള്ളതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നജാസാത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുന്ന് ഇങ്ങോട്ട് വെച്ചത്. മനസ്സിലായ? ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് നമ്മൾ പൊതുവായിട്ട് നോക്കേണ്ടെങ്കിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ജിൽദ്, 2 അസ്മ് ഷഅർ. അസ്മും ഷഅറും മുതാബഖായ നജാസത്താക്കി, ജൽദ് ഇൽത്തിസാമിയായ നജാസത്താണ് ഇവിടെ പറഞ്ഞത് അല്ലേ. അസ്മുൽ മൈതത്തി വഷഅറുഹ നജിസുൻ എന്നറിഞ്ഞ്, അതിപ്പോൾ മുതാബിഖിയ നജിസ് തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി. നജിസ് തന്നെയാണ് അസ്മും ഷഅറും എന്ന് വ്യക്തമായി മൈത്തത്തിൻ്റെ. പക്ഷെ വജുലൂദുൽ മൈതത്തി തത്ഹുറു ബിദ്ദിബാഗി, അപ്പോൾ അതിൻ്റെ ലാസിം എന്താ, നജിസാണ്. ആ കോലത്തിലാണ് അവർ പറഞ്ഞത്. മനസ്സിലായ? അപ്പോൾ നമുക്ക് തത്ഹുറു ബിദ്ദിബാഗി എന്നുള്ളത് കൊണ്ട് മനസ്സിലായതാണ് അത് നജിസാണെന്നുള്ളത് സരീഹായിട്ട് പറഞ്ഞ അവർ. അതാണ് ഇൽത്തിസാം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ജൽദിൻ്റെ തഹാറത്ത് മന്തൂക്കായിട്ട് പറഞ്ഞു. അപ്പോൾ ദബ്ഗ് കൊണ്ട് ശരിയാവാത്ത തഹാറത്ത് ചെയ്യാൻ പറ്റാത്തത് മഫ്ഹൂമായിട്ട് നമ്മൾ തിരിയണം. മന്തൂക്കായിട്ട് തിരിഞ്ഞ് മഫ്ഹൂമായിട്ട് തിരിയണം അല്ലേ. അപ്പോൾ ഞാനിതെന്തിനാ പറഞ്ഞത്, ഓരിവിടെ പറഞ്ഞു വജുലൂദുൽ മൈതത്തി കുല്ലുഹാ, മൈതത്തിൻ്റെ എല്ലാ ജൽദും. അപ്പോൾ എല്ലാ കാര്യവും ഇവിടെ പറയും. ഒരു ഫസ്ലിൻ്റെ അവിടെ പറഞ്ഞു ഫീ ദിക്രി ഷൈഇൻ മിനൽ അയാൻ വമാ യതൂറു മിൻഹാ ബിദ്ദിബാഗ്. മാ ഉമൂമിൻ്റെ ലഫ്ദ് അല്ലേ, വമാ ലാ യതൂറു ഉമൂമിൻ്റെ ലഫ്ദാണ്. അപ്പോൾ ഒരു പറഞ്ഞില്ല എന്ന് പറഞ്ഞാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു മഫ്ഹൂം മന്തൂക്കായിട്ട് ജൽദ് ഇത് ഭാഗത്ത് ചെയ്യണതിൻ്റെ താറത്ത് മഫ്ഹൂമായിട്ട് പറഞ്ഞു. വമാ ലാ യതൂറു എന്നുള്ളത് അല്ല, മാ യതൂറു മിൻഹാ ബിദ്ദിബാഗ് എന്നുള്ളത് മന്തൂക്കായിട്ട് പറഞ്ഞു. മാലാ യത്ഹുറു എന്നുള്ളത് മഫ്ഹൂമുമാണ്. അപ്പോൾ ആ ഇൻവാന് ശരിയായ നിങ്ങളിപ്പോൾ പറയുകയാണ് ഞാനിത് വായിച്ചത്, അപ്പോൾ മായത്തൂറു മിനാ ബിദ്ദിബാഗ് കണ്ടു, മാലായത്തൂറ് അവിടെ. അപ്പോൾ നമ്മൾ പറയും മാലായത്തൂറ് മഫ്ഹൂമായിട്ടാണ്, മറ്റേത് മന്തൂക്കാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒക്കൂല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉദ്ധരിച്ച് അങ്ങനെ പറയാ. ഖല വജുലൂദുൽ മൈതത്തി കുല്ലുഹാ, ഹഖീഖിയായ ജൽദ്, ഹുക്മിയായ മൈത്തത്തിൻ്റെ ജൽദ് അതിൽ പെടൂല. ഏതുപോലെ ജീവിച്ചിരിക്കുന്നതിൻ്റെ തോലാണ്ട് ഉരിച്ചു. നമ്മൾ പറഞ്ഞല്ലോ നജാസാത്ത് മുഖഫഫത്തുണ്ട്,
മുതവസ്സിത്തത്തുണ്ട്, മുഗല്ലദത്തുണ്ട്. മുതവസ്സിത്തത്ത് നമ്മൾ പറഞ്ഞല്ലോ, മൈത്തത്തിൻ്റെ ജൽദൊക്കെ അൽ മുസ്കിറുൽ മാഇഉ വൽ ഖിൻസീറു അൽ മുസ്കിറുൽ മാഇഉ വൽ ഖിൻസീറു, ഇതൊക്കെ മുഗല്ലദത്തായതാണല്ലോ. അല്ല, മുഗല്ലദ എന്താണ്? മുസ്കിറുൽ മാഇഉ മുതവസ്സിത്ത്, ഖിൻസീർ മുഗല്ലദത്ത്, കൽബ് മുഗല്ലദത്ത്, വമാ തവല്ലദ മിൻഹുമാ മിൻ ഹദിമ മുഗല്ലദത്ത്. അതിൽ മറ്റ് എന്താണ് പറയുക, ജുലൂദുൽ മൈത്തത്തല്ല, മൈത്തത്ത് നജിസത്താണ്. മൈത്തത്ത് നജിസത്താണ്. അത് കൂടാതെ വേറെ തന്നെ നമ്മൾ എണ്ണി എന്താണ് മൻഫസല മിനൽ ഹയ്യി ഹാല ഹയാത്തി, അത് ഹുക്മിയായ മൈത്തത്താണ്. ആ തോലൊക്കെ ഹുക്മിയായതാണ്. അപ്പോൾ കുല്ലുഹാന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഹഖീഖിയായതാണ്, അല്ലാണ്ട് ഹുക്മി അതിൽ പെടുത്തേണ്ടങ്ങൾ. കുല്ലുഹ എന്ന് പറഞ്ഞിട്ട് എന്താണ് മൈത്തത്തിൻ്റെ കുല്ലിയിൽ ഹഖീഖിയും ഹുക്കുമും പെടേണ്ടല്ലോ. അപ്പോൾ ഈ കുല്ലുഹ എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഹഖീഖിയായ കുല്ലാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? പറയ്. അതന്നെ, അതുകൊണ്ടാണ് ഇല്ലാ മൈത്തത്തെ അത് ഉമൂമും ഇസ്തിഫ്നാവും, ഉമൂമിന്നല്ല ഇസ്തിഫ്ന വരുള്ളൂ. ഉസൂലി പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ ഹുക്മിയാണോ എന്ന് ഹുക്മി ചോദിച്ചാലോ, മൈത്തത്തെ ഇപ്പോൾ ഉമൂമ് എന്ന് പറഞ്ഞാൽ ഹഖീഖയും ഹുക്കുമും കിടക്കണ്ടേ? നമ്മൾ പറഞ്ഞ് ഒന്നോലെ രണ്ട് വജ് പറയാം. ഒന്നോലെ ഹഖീഖിയാണ് ഈ കുല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹഖീഖിൻ്റെ കുല്ലാണ് ഇവിടെ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അഗ്ലബ് ഗാലിബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗാലിബിനെക്കാട്ടി ഹഖീഖിയാണെന്ന് വെച്ചാൽ മതി. കുല്ലുഹാ തത്ഹുറു, തഹാറത്താവും പുറവും അകവും, ബിദ്ദിബാഗി, ദിബാഗത്ത് കൊണ്ട്. ദിബാഗിനെ അവിടെ ഔല ഇന്ദിബാഗ് എന്ന് പറയലായിരുന്നു. ദിബാഗത്ത് കൊണ്ടല്ല, ദിബാഗത്ത് ചെയ്യപ്പെട്ടിട്ട് എന്നല്ല പറയേണ്ടത്. ദിബാഗത്ത് പ്രോസസ്സിന് വിളിക്കുന്നതല്ലേ ഫിഅലിൻ്റെ വസ്നി. കാരണം ദിബാഗത്ത് ചെയ്യണം എന്നില്ല, ഉറക്ക്, അതായത് അതിൽ വീണിട്ട് ദിബാഗ് ചെയ്യപ്പെട്ടാലും മതിയാവും. ഇൻഫിആൽ മതിയല്ലോ, ഇൻകിസാറ് പോലെ. അപ്പോൾ ദിബാഗ് ബിദ്ദിബാഗി എന്ന് അറിയണതിനെക്കാട്ടിയല്ലോ ബിന്ദിബാഗി എന്ന് അറിയേണ്ടായിരുന്നെന്ന്. സവാഉൻ ഫി ദാലിക മൈതതു മഅകൂലിൽ ലഹ്മി വഗൈരിഹി. ഇതിപ്പോൾ സവാഉൻ ഫി ദാലിക മൈതതു മഅകൂലിൽ ലഹ്മി വഗൈരിഹി എന്ന് പറഞ്ഞത് നമ്മളിവിടെ ഒരു 2-3 കാര്യങ്ങൾ ഈ കിതാബ് മുതൽ നമ്മൾ പഠിക്കണം. ഈ കിതാബ് മുതൽ, ഇതാണ് തുടക്കം, മുത്തഫരീദല്ല, ഇതാണ് തുടക്കം. ഈ കിതാബ് മുതൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സമയത്ത് ഉമൂമിയിൽ പെടുത്താവുന്ന കാര്യത്തിൻ്റെ ഒരു ഫർദ്, ആമിൻ്റെ ഒരു ഫർദ് എടുത്തിട്ട് അതാണെങ്കിലും എന്ന് ചിലയിടത്ത് പറയും ആയത്ത് വെച്ചിട്ട്. ഏതുപോലെ ഇവിടെ ഫീദാലിക്ക സവാഉൻ ഫീദാലിക്ക മൈത്തത്തും അങ്ങനെ പറയേണ്ട. ജുലൂദുൽ മൈത്തത്തി കുല്ലുഹാ തത്ഹുറു ബിദ്ദിബാഗി. സവാഉൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫർദ്, മഅകൂലുൽ ലഹ്മ ഒരു ഫർദാണ്, മറ്റൊരു ഫർദാണ് ഗൈറു മഅകൂലുൽ ലഹ്മ. അപ്പം അങ്ങനെ എടുത്ത് പറയണോ? വേണ്ടല്ലോ. അപ്പോൾ നമ്മളെ കിതാബ് ഫിഖഹിൻ്റെ കിതാബിൽ എടുത്ത് പറയണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ നമ്മൾ ഇങ്ങനെ ഞാനൊരു പട്ടിക പറഞ്ഞുതരാം. അതിലത്തെ ഒന്നായിരിക്കും അത്. ഒന്നോലെ മദ്ഹബിയായ ഖിലാഫുണ്ട്. നമ്മളെ മദ്ഹബും വേറെ മദ്ഹബും തമ്മിൽ ഖിലാഫുണ്ട്. മാത്രമല്ല ഖിലാഫ് അറിയപ്പെട്ട മഷൂറായ ഖിലാഫ്, ചെറിയ ഖിലാഫൊന്നല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവർ പറയും മഅകൂലുൽ ലഹ്മു ഗൈറു മഅകൂലുൽ ലഹ്മു, അതിൽപ്പെട്ടതാണ് ഇത്. അപ്പോൾ ഗൈറു മഅകൂലുൽ ലഹ്മിൻ്റെ എന്താണ് പറയുക, സവാഉൻ ഫീ ദാലിക മൈതതു മഅകൂലുൽ ലഹ്മി വഗൈരിഹി എന്നുള്ളത് വന്നു. അല്ലെങ്കിൽ രണ്ടാമത്തത്, നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും എന്താണ് മഅകൂലുൽ ലഹ്മിൻ്റെത് ആഫു ചെയ്യപ്പെടില്ല, അത് വഹ്മുണ്ടാവാൻ സാധ്യത ഉള്ളതിനും എടുത്ത് പറയാറുണ്ട്. 2 അല്ലെങ്കിൽ 3 മദ്ഹബിയിൽ തന്നെ ശക്തമായ ഖിലാഫുണ്ട്. ആ ഖിലാഫാണ് മുഅ്തമദല്ലാന്ന് ഊഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണെങ്കിലും റദ്ദ് ചെയ്ത് പറയും. അത് അതിനെ പറയാം റദ്ദിന് വേണ്ടിയിട്ടുള്ള ആയത്ത് എന്നറിയാൻ. എന്താണ് റദ്ദിന് വേണ്ടിയിട്ടുള്ള ആയത്ത്?
അപ്പോൾ അക്വാലുകൾ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ എന്താണ് പറയുക ഫത്തുൽ മുഈനിലാവട്ടെ തുഹ്ഫയിലാവട്ടെ ഇങ്ങനാണെങ്കിലും കൂടി എന്ന് പറയും. നമ്മൾ പറയും എന്തിനാ ഇങ്ങനെയാണെങ്കിലും അത് റാഫി ഇമാമിൻ്റെ കൗലിനെ എന്താണ് റദ്ദാക്കിയതാണ്. ആ അപ്പോൾ എത്ര എണ്ണായി? ഇനി 4 ഹദീസിൽ ഖാസായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട്, രണ്ടും വേറെ വേറെ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഒന്ന് ശക്തമാണ് മറ്റതിനെക്കാട്ടിയും അതായത് ഹദീസിൽ വന്നത് നസ്സ് വന്നിട്ടുണ്ട് രണ്ടിനും എന്നുള്ളതിനാൽ അത് കൊണ്ടുവരുന്നതുണ്ട്. ആ അപ്പോൾ തഅദ്ദുബൻ മഅ ശാരിഇ, ശാരിഇനോടുള്ള തഅദ്ദുബ് കൊണ്ട് എന്ത് ചെയ്ത് അത് രണ്ടായിട്ട് കൂട്ടി. അത് ചിലപ്പോൾ ചില സമയത്ത് ഇതിലത്തെ 2 ഒരുമിച്ചിട്ട് വരാം, 3 ഒരുമിച്ചിട്ട് വരാം. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം നമ്മൾ ഇൻഷാ അല്ലാഹ് നവാഖിദ് അല്ല മാ യഹ്റുമു ഹറാമാക്കപ്പെടുന്നു ആരെ മേൽ ഹായിദിൻ്റെ മേൽ ഹറാമാക്കപ്പെട്ടത് എന്തൊക്കെയാണെന്ന് പറയണോടത്ത് പറയും വത്അ് ഹറാമാണ്. മറ്റൊന്നാണ് ഇസ്തിംതാ മാ ബൈന സുറത്തി വറുക്ബത്തി. അതെന്തിനാ 2 എണ്ണുന്നത്? ഒന്ന് നസ്, 2 ഒന്ന് ഖിലാഫുള്ളതും ഒന്ന് ഖിലാഫില്ലാത്തതും. ഖിലാഫില്ലാത്തത് പറഞ്ഞിട്ട് ഖിലാഫുള്ളതും കൂടി അങ്ങനാണെങ്കിലും എണ്ണി എടുത്ത് പറയാണ്. ഇനി ഒന്നുകൂടി ഉണ്ട്. ഇപ്പം എത്ര എണ്ണായി? 4 ആയി. 5-മത്തൊന്ന് അതിന് കുറേ ഫുറൂ ഉണ്ടാവുമ്പോൾ അത് വേറെ തന്നെ എണ്ണും. ഏതുപോലെ നൗമ്, നവാഖിദുൽ വുളൂഇൽ നൗമ് പറഞ്ഞല്ലോ, ഇല്ലാ നൗമൊക്കെ സവാലിൻ്റെ ഒരു ഫർആണല്ലോ, സവാലിൻ്റെ ഒരു ഇതാണല്ലോ. ഇതാണിപ്പോൾ എനിക്ക് എന്താണ് ഹാദാ മാ യഹ്ദുറുനിൽ ആൻ. നാം قال سواء في ذلك ميتة مأكول اللحم മൈത്തത്ത് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ മൈത്തത്തിൻ്റെ താരിഫ് എന്താ? മാ മാത ഹത്ഫ അൻഫി, മാ മാത ഹത്ഫ അൻഫി, അതായത് ചത്തത് അറക്കാൻ പറ്റിയതല്ല. അപ്പം മഅ്കൂലുൽ ലഹ്മിനെ നമുക്ക് അറക്കാം. അപ്പോൾ മുദക്കാത്ത് എന്നറിയും. അതിനെ മൈത്തത്തെന്ന് വിളിക്കില്ല. മൈത്തത്തെന്ന് വിളിക്കോ? മൈത്തത്തെന്ന് വിളിക്കില്ല, മുദക്കാത്ത് എന്നാണ് വിളിക്കുക. അതിനെ തെസ്കിയത്ത് സക്കാത്ത് ചെയ്തത്, അതായത് വധുജയിനെ കട്ട് ചെയ്തത് ഇതാ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. വധുജയിനെ കട്ട് ചെയ്താൽ മതി. അതെങ്ങനെയാണ്? ഇങ്ങനെ കട്ട് ചെയ്താലും തല വെച്ചിട്ട് ഒരു വലിയ വെട്ടോത്തി കൊടുന്നിട്ട് അല്ലാണ്ട് വെട്ടി അതും അതിൽ പെടും, ജായിസാണ്. കട്ടായാൽ മതി. അതെങ്ങനെയാണെങ്കിലും ഇല്ല അത് മുദക്കാത്താണ്. ഇത് കട്ട് ചെയ്താൽ മതി. അത് ഇൻഷാ അല്ലാഹ് വരും. പറ്റാണ്ട് പക്ഷെ അതിൽ എന്തുണ്ട്? അത് വേറെ കറാത്തും മറ്റു വിഷയങ്ങൾ വരും. അഫ്ളൽ ഇങ്ങനെയാണ്. അത് മുറിഞ്ഞല്ലോ. അത് വരും. അതൊക്കെ കിതാബിൽ വരുന്നുണ്ടല്ലോ. അതായത് ഒരു ആട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒട്ടത്തി ഒട്ടപ്പയെന്ന് അഴിച്ചു. വെട്ടി. അല്ലല്ല, ഒട്ടകത്തിന് നഹറാണ്, അത് വേറെയാണ്. അതൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ ഫിഖിൻ്റെ ബാബികളാണ്. ഖാൽ വകൈഫിയ്യത്തു ദബ്ഗി, ദബ്ഗിൻ്റെ കൈഫിയത്ത്, അതായത് കൈഫിയത്തിനെക്കാട്ടിയും ഔല എന്തായിരുന്നു? മഖ്സൂദു ദബ്ഗിനോ അല്ലെങ്കിൽ വദ്ദബ്ഗു, ദബ്ഗ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതായിരുന്നു ഔല. കൈഫിയത്താണോ ഇത്? കൈഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ സിഫത്ത് പറയലാണ്. മനസ്സിലായ? ഒന്നിൻ്റെ സിഫത്താണ് കൈഫിയത്ത്. പക്ഷേ ഇവിടെ സിഫത്തല്ലല്ലോ, കൈഫിയത്തു ദബ്ഗ്. ദബ്ഗ് എങ്ങനെയാണ്? നോക്ക്, ദബ്ഗിൻ്റെ സിഫത്ത് ഇങ്ങനെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ദബ്ഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ദബ്ഗിൻ്റെ കൈഫിയത്ത്, കുറേ കൈഫിയത്തിലത്തെ ഒരു കൈഫിയത്ത്. ദബ്ഗ് എന്താ?
أن ينزع فضول الجلد مما يعفنه. ഫുദൂൽ എന്ന് പറഞ്ഞ എക്സ്ട്രാസ്, ജിൽദുമെന്നുള്ള കൊഴുപ്പും ഇതൊക്കെ നീക്കം ചെയ്യുക. മിമ്മാ യുഅഫിനുഹു, അത് പുഴുത്ത് അഫന ഉണ്ടാക്കുക. അഫന എന്ന് മനസ്സിലായ ചെയ്യുന്നതിന്ന് നീക്കം ചെയ്യുക, അതായത് കൊഴുപ്പും രക്തവും ഒക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കുക. മിൻ ദമിൻ, രക്തം, വനഹ്വിഹി, കൊഴുപ്പും ഇതൊക്കെ, ബിഷൈഇൻ, ഒരു സംഭവത്തിൽ നിന്ന്, ഹിർരീഫിൻ. ഹിർരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രുചിച്ച് കഴിഞ്ഞാൽ പൊള്ളുന്ന സാധനത്തിന് ഹിർരീഫ് എന്നറിയാം. അതായത് ക്ലോറക്സ് ഒക്കെ പോലെ, അതായത് ഇല്ലേ പൊള്ളുന്നത്, അതായത് അസിഡിറ്റിക്കായ, അതായത് പെട്ടെന്ന് പോകാൻ വേണ്ടി അസിഡിറ്റിക്, അത് നജിസായാലും താഹിറായാലും. കഅഫ്സിൻ, അഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരാണ്, കറുത്ത ഇതുള്ളത്, എന്താണ് പറയുക, കറുത്ത വറക്കമുള്ള ഇത്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അയച്ചുതരാം അതിൻ്റെ ഫോട്ടോ. ഇവിടെയൊക്കെ അഫ്സൊക്കെ ഇവിടെ ഉണ്ടാവുന്ന, സാധാരണ അറബി നാടുകളിൽ ഉണ്ടാവുന്ന മരാണത്, മരല്ല സാധാരണ. വലൗ കാനൽ ഹിർരീഫു നജിസൻ, ഇവിടെ നോക്കാം, ഈ വലൗ, ഈ ഗായത്ത് എന്തിനാ കൊടുന്നത് നോക്ക്. സാധാരണ ദബ്ഗ് എന്ത് ചെയ്താൽ മതി, ഹിർരീഫ് കൊണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നജിസായാലും നജിസല്ലെങ്കിലും എന്നുള്ളത് വരുമല്ലോ, കാരണം അവിടെ ഉണ്ടാവും. ഗായത്താണത്. കാല അല്ലാണ്ട് ഇവിടെ പറ്റുന്നു, വിഭാഗത്തിൽ പറ്റും, വിഭാഗത്തിൽ. അപ്പോൾ ആ വഹ്മ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സബബ്. മറ്റേ സബബ് ഉണ്ടോയെന്ന് നമ്മൾ അന്വേഷിക്കണം, ഉണ്ടോയെന്ന് അന്വേഷിക്കണം. ഖാല വലൗ, ഇത് ഗായത്താണ്, ഗായത്ത്. വലൗ കാനൽ ഹിർരീഫു നജിസൻ, നജിസാണെങ്കിലും, കദർഖി ഹമാമിൻ, പ്രാവിൻ്റെ കാഷ്ടം, അത് ഭയങ്കര അസിഡിറ്റിക് ആയതാണ്. കഫാഫി ദബ്ഗി, അത് കാഫിയാണ്. ചിലർ ഇതിൽ ഈ താരീഫിൻ്റെ ബാക്കിയിൽ അവർ പറഞ്ഞു, ബിഹൈസു ലൗ നഖഅ ഫിൽ മാഇ ലം യഉദ് ഇലൈഹി നതനു വൽ ഫസാദ്. ചിലർ പറഞ്ഞ് ആ താരീഫിൻ്റെ ബാക്കി എന്താണ് അവർ പറഞ്ഞത്, കിതാബുകളിൽ കാണാൻ പറ്റും. ബിഹൈസു, ഇതിൻ്റെ കംപ്ലീറ്റ് കഫാഫിദ്ദബ് എന്താണ്, വലൗ കാനൽ ഹദീഫ് എന്താണ് പറഞ്ഞത്, അൻ യുൻസഅ ഫുദൂലുൽ ജിൽദി മിമ്മാ യുഅഫിനുഹു ബിഷൈഇൻ ഹിർരീഫിൻ. ഇവിടെ പറഞ്ഞല്ലോ എങ്ങനെ, ബിഹൈസു ലൗ നഖഅ ഫിൽ മാഇ ലം യഉദ് ഇലൈഹി നതനു വൽ ഫസാദ്. ബിഹൈസു ലൗ നഖഅ ഫിൽ മാഇ, വെള്ളത്തിൽ മുക്കിയാൽ, നഖഅ എന്ന് പറഞ്ഞാൽ മുക്കലല്ല, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ലം യഉദ് ഇലൈഹി നതനു വൽ ഫസാദു, അതായത് അത് ഇനി എന്താവില്ല, മണടിച്ച് ചീഞ്ഞ മണവും നാറലും കേടാവലൊന്നും വരില്ല എന്ന്. നതനു വൽ ഫസാദ്, അല്ല, ഇത് തോല് എന്താ ഉണ്ടാവില്ല, എന്താണ് ഭയങ്കര ചത്തേൻ്റെ മണമൊന്നും ഉണ്ടാവില്ല എന്ന്. ഇത് മിക്ക കിതാബുകളിലും കാണും ഈ താരീഫിൻ്റെ ഒപ്പം. ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല ഇബ്നു ഖാസിം എന്ത് ചെയ്തില്ല, ചുരുക്കി. എന്തുകൊണ്ടാണ്? ഇത് ഫായിദത്താണ്, താരീഫല്ല ശരിക്കും. ഇതിൻ്റെ ഫായിദത്ത് സമറത്ത് എന്താണ്, ഇങ്ങനെ ചെയ്താൽ നഖഅ ചെയ്ത്, അല്ലെങ്കിൽ അടയാളം എന്താണ്, ഇത് ശരിയായി എന്നുള്ളതിൻ്റെ അടയാളം. അപ്പോൾ താരീഫല്ലല്ലോ അത്, ഹദ്ദല്ല, റസ്മു അല്ല. നാം അതുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല. നതീജ എന്നല്ല, എന്താ ഫായിദത്ത് സമറത്ത്, ഫായിദത്ത് സമറത്ത് എന്നൊക്കെ പറയാം. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിയിട്ട് കഴിഞ്ഞാൽ ഇതാവില്ല. അപ്പോൾ സമറത്ത്, ഫായിദത്ത്, ദിവാഗത്ത് ചെയ്തതിൻ്റെ ഫായിദത്ത് എന്താ, വെള്ളത്തിയിട്ടാൽ അത് മണടിച്ച് നാറൂല, നനഞ്ഞാലൊന്നും എന്താവില്ല, അത് ചെയ്യൂല. മനസ്സിലായ?
ഖാല ഇല്ലാ ജിൽദൽ. നാം പിന്നെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. വലൗക്കാനൽ ഹിരീഫു നജസൻ എന്ന് പറഞ്ഞാൽ മതി. കഫാൻ്റെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഗായത്താക്കിയാൽ മതി. ജവാബ് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഗായത്തല്ല, ജവാബ് പറഞ്ഞു എന്ത് ബിഷൈഇൻ ഹിരീഫിൻ കഅഫ്സിൻ വലൗക്കാനൽ ഹിരീഫു നജസൻ കദർഖി ഹമാമിൻ. കിട്ടിയല്ലോ. കഫൻ്റെ ആവശ്യമല്ല ശരിക്കും. അതന്നെ. എന്താണ് ജവാബ്? മുബ്തദീന് സിയാദത്ത് ഇലാഹ ആവശ്യമാണ്. അതുകൊണ്ട് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. സവാഉൻ ഫീ ദാലിക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വലോ. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കോലത്തിലാണ് അത് വരേണ്ടത്. അങ്ങനെയല്ല. അതന്നെ ഇപ്പൊ കുറച്ചേരത്തെ ചോദിച്ചില്ലേ, അത് മുബ്തദീന് പെട്ടെന്ന് കാഷ്ടം കൊണ്ടാ നജസ് നീക്കേ അത് മതിയാവും ഭാഗത്തിൽ. അല്ലാ. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ബിഹൈസു എന്ന് പറഞ്ഞത് ഒരു അലാമത്തും കൂടിയാണ്, അല്ലെങ്കിൽ ലാബിത്താണ്. ദബാഗത്ത് ശരിയായി എന്നുള്ളതിൻ്റെ ഒരു ലാബിത്താണെന്നൊക്കെ പറയാം. മനസ്സിലായ? ഇനി കുറേ പക്ഷേ ഇതിൻ്റെ മണം വരലും നാറലൊക്കെ അടുത്താണെങ്കിൽ ആ പ്രശ്നമുള്ളൂ. അതേസമയത്ത് കുറേ കാലം 2 കൊല്ലത്തോളം തോല് വെള്ളത്തിയിട്ട് ഇച്ചിരി നാറ്റം വന്നെന്നുണ്ടെങ്കിൽ അതൊന്നും പരിഗണിക്കില്ല. കാരണം പറയാൻ പറ്റില്ല. ദിബാഗത്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ 2 ദിവസം ഇട്ടപ്പോഴത്തേനും എന്താണ് നാറ്റവും ഫംഗസും ഇതൊക്കെ വന്നെന്നുണ്ടെങ്കിൽ അത് ശരിയായില്ല എന്ന് മനസ്സിലാവാം. അതന്നെ. واضح. قال ഇല്ല അതെന്തിന് ഇസ്തിസ്നാ ഉമൂമീന്ന് വജുലൂദുൽ മൈതതീന്നുള്ളതിന് ഇസ്തിസ്നാ ആണ്. നാം قال ഇല്ലാ ജിൽദൽ ഇസ്തിസ്നാ ആണല്ലോ. ഇതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന. അത് ആമ്മയിട്ട് ഇന്നൽ ഇൻസാന ആമ്മാണല്ലോ. വൽ അസ്ർ ഇന്നൽ ഇൻസാനൻ്റെ അലിഫ് ലാം പോലെ വജുലൂദുൽ മൈതതി. നാം ഖാല ഇല്ലാ ജിൽദൽ കൽബി വൽ ഖിൻസീർ. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇവിടെ ജിൽദൽ കൽബി വൽ ഖിൻസീർ എന്ന് പറയുമ്പോൾ നിങ്ങളില്ലേ എന്താക്കണ്ട, ഖിൻസീറിൻ്റെ തോലോ ചോദിക്കണ്ട. പറഞ്ഞ പുറത്ത് നമ്മൾ കണ്ടുവരുന്നത് അതായത് ഉണ്ടെങ്കിൽ എന്ന് ഊഹിച്ചാൽ മതി. പറയും എന്താണ് പന്നിക്കെന്തില്ല, തോലില്ല, മുടിയൊക്കെ ഇറച്ചിയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തോല് പോലായിട്ട് പരിഗണിച്ച എന്താണെങ്കിലും. മനസ്സിലായ? വമാ തവല്ലദ മിൻഹുമ എന്ന് പറഞ്ഞാൽ 2 നൗഉം രണ്ടും തമ്മിൽ. കൽബ് ഖിൻസീറത്തിനും ഖിൻസീർ കൽബത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി എന്ന് വെച്ചോ. എന്നിട്ട് അതിന് ഏതിന്ന് വന്നാലും ഔ മിൻ അഹദിഹിമ മഅ ഹയവാനിൻ താഹിരിൻ, അല്ല വേറൊന്ന് എന്തായി മറ്റൊരു ഹയവാൻ താഹിറായ ഹയവാൻ്റെ ഒപ്പം മിക്സായിട്ട് വന്ന്, ഒരു നായ ഒരു പൂച്ചൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു ആടിൻ്റെ ഒപ്പം. അതും ഫിഖിൽ പറയണ്ടല്ലോ. അവിടെ എന്താണ് ഒരു ഖായിദത്തൊക്കെ ഉണ്ട്, അത് പറഞ്ഞു തരാൻ. ഫലാ യത്ഹുറു ബിദ്ദിബാഗി. അപ്പം അതിൻ്റെ തോലൊന്നും ദിബാഗത്ത് കൊണ്ട് താഹിറാവില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ശുദ്ധിയാക്കാൻ പറ്റാത്തത് മരിച്ചിട്ട് ശുദ്ധിയാക്കേ. മറ്റേ ജീവിച്ചിരിക്കുമ്പോൾ ശുദ്ധിയായിരുന്നു, ചത്തര ശുദ്ധിയ. ഇതിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്താ പിന്നെ എങ്ങനെ ശുദ്ധിയാക്കാം? പിന്നെ ഇതിൻ്റെ ഖായിദത്ത് യത്ബഉൽ ഫർഉ ഫി ഇന്തിസാബിൻ അബാഹു, നിസ്ബത്തിൽ ഉപ്പാനാണ് ഫർഉ ഇതാക്കുക. വലി ഉമ്മിൻ ഫി റിഖി വൽ ഹുരിയ, ഉമ്മിയിലാണ് റിഖും ഹുരിയത്തും. ഉമ്മ ഹുറാണെങ്കിൽ ഉപ്പ യജമാനാണ്, ഉമ്മ ഹുറ എന്താ അടിമയാണെങ്കിൽ കുട്ടി അടിമയാണ്. ഉമ്മിനാണ് തബ റിഖിലും ഹുരിയത്തിനും സ്വതന്ത്രൻ. കാരണം ഉമ്മിയിൽക്കാണ് റിഖ് വരാ, അത് ഖായിദത്താണ്. വസ്സകാത്തിൽ അഖഫ വദ്ദീനി അൽ അഅല, സകാത്തിൽ അഖഫ് ഏതാണ് അഖഫ് എന്നുള്ളതും വദ്ദീനിൽ അഅല
ദീന് എന്ന് പറഞ്ഞാൽ ദീനിയിൽ ഏറ്റവും ഉയർന്നത്, അതായത് കാഫിറും മുസ്ലിമത്തും കല്യാണം കഴിച്ചാൽ ആ കുട്ടി ആരായിരിക്കും? മുസ്ലിമായിരിക്കും. മനസ്സിലായ? മുസ്ലിമായിട്ടാണ് കാഫിറത്തേറ്റ പറ്റും. അത് പറഞ്ഞ പോലെ വഅഖസ്സൽ അസ്ലൈനി റിജ്സൻ വദബ്ഹ വനികാഹൻ വൽ അക്ല വൽ ഉദ്ഹിയ. അത് അഖസ്സൽ അസ്ലൈനി, രണ്ട് അസ്ല്, ഒന്ന് താഹിറും ഒന്ന് നജിസായ അസ്ലുണ്ട്, ഒരു കൽബും ഒരു മനുഷ്യനും പറഞ്ഞ പോലെ. അപ്പോൾ അഖസ്സുൽ അസ്ലൈൻ ആരാ? കൽബാണോ മനുഷ്യനാണോ? കൽബ്. അപ്പോൾ അതിൽക്ക് തബാവും അസ്ലിൽ. ഇതാവട്ടെ, എഴുതേണ്ട വിഷയം, അത് പിന്നീട് പഠിക്കാൻ പറ്റില്ല. ഇത് കുറേ വിഷയങ്ങൾ മസാലത്തൊക്കെ വരും, കല്യാണത്തിൻ്റെ മസാലത്തൊക്കെ വരും, അതും വരാം ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ വരും. قال إلا قال وعظم الميتة نعم. അതും വേറെ മസാലത്തല്ലേ, കാരണം അത് വേറെ തന്നെ നിൽക്കുമ്പോൾ വേറെ മസാലത്തായിട്ട് വരും. പിന്നെ ഹഫ് എത്തിബാറാക്കാൻ പറ്റുമോ? എത്തിബാറിൻ്റെ ഖാരിജ് പോയി കഴിഞ്ഞാൽ പിന്നെ എത്തിബാറാക്കാൻ പറ്റില്ല. قال وعظم الميتة وشعرها نجس. മുതാബഖത്തായിട്ട് തന്നെ പറഞ്ഞു. മുതാബഖത്തുൽ ഇൽത്തിസാം എന്താന്ന് തിരിഞ്ഞ ഞങ്ങൾക്ക്? മുതാബഖത്തുൽ ഇൽത്തിസാം എന്താന്ന് തിരിഞ്ഞ? കുറച്ചടുത്ത് മുതാബഖത്തുൽ ഇൽത്തിസാമൊക്കെ പറഞ്ഞല്ലോ, തിരിഞ്ഞ എന്താന്ന്? അതായത് മുതാബഖത്ത് അറിഞ്ഞത് പറഞ്ഞ തന്നെയാണ് മാന, മറ്റേത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാന, അതും തമ്മിൽ വ്യത്യാസം ഇതൊന്നുമില്ല. അതായത് മുതാബഖ മാ വാഫഖ മഅനാഹു മഅന ലഫ്ദിഹി, അത് മുതാബഖ. വജുസ്ഇഹി തദമ്മുനൻ, അതിൻ്റെ ജുസ് ആണെങ്കിൽ അയാൾ സുന്ദരനാണെന്ന് അറിയുമ്പോൾ അയാളാണ് സുന്ദരൻ, അയാൾ മുഖല്ല സുന്ദരൻ, അത് തദമ്മുന്. വമാ ലസിം ഫഹുവ ഇൽത്തിസാമുൻ, ലാസിമായത് എന്താ? ഇത് വിവാഹത്ത് കൊണ്ട് ശുദ്ധിയാവും എന്ന് അറിഞ്ഞതിൻ്റെ ലാസിം എന്താ? അല്ല, അതിൻ്റെ ലാസിം എന്താണ്? അത് നജിസാണെന്ന് മനസ്സിലാവും. നജിസായത് കൊണ്ടല്ലേ ഇങ്ങനെ അഖ്ലിയായ ഒരു ഇൽത്തിസാം. അപ്പോൾ ഇത് മുതാബഖയാണ്. വഅദ്മുൽ മൈതതി വശഅറുഹാ നജിസുൻ വകദൽ മൈതതു, അതായത് രണ്ടും ശരിക്കും പറഞ്ഞ് നജിസാനി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഔല. വഅദ്മുൽ മൈതതി വശഅറുഹാ നജിസുൻ, ഓക്കെ. വകദൽ മൈതതു അയ്ളൻ നജിസത്തുൻ, മൈതത്ത് നജിസത്താണ്, നജാസാത്തിൽ വരുന്നുണ്ട്. അപ്പോൾ മൈതത്തിൻ്റെ എല്ലും മുടിയൊക്കെ നജിസാണ്. വ ഉരീദ ബിഹാ, വ ഉരീദ ബിഹാ ഉദ്ദേശിക്കുന്നത് എന്താണ്? അസ്സായില, മൈതത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അൽ അസ്സായിലത്തുൽ ഹയാതി ബിഗൈരി സകാത്തിൻ ശർഇയ്യത്തിൻ, ശർഇയ്യായതല്ലാത്ത രൂപത്തിൽ അർക്കപ്പെട്ട എന്താണ് ജീവൻ പോയത്. ഫല എന്നുള്ള തഫ്രീഅാണ്, ഉരീദൻ്റെ തഫ്രീഅ് ഫർഅ്, ഉരീദൻ്റെ ഒരു ഫർഅ്. ഫലാ യുസ്തസ്ന, ആ ഫായിന് പറയുക ഫാഉ തഫ്രീഅ് എന്ന് വിളിക്കുക. ഫലാ യുസ്തസ്ന ഹീന ഇദിൻ, അപ്പോൾ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റൂല. ഫർഅ് ഉരീദൻ്റെ ഫർഅ്. ഹീന ഇദിൻ ജനീനുൽ മുദക്കാത്തി, ഇദാ ഖറജ മിൻ ബത്നിഹാ മൈതൻ, അതായത് ഫലാ യുസ്തസ്ന, ഇസ്തിസ്നാ ഒന്നുമില്ല. ഹീന ഇദിൻ, അതായത് ശർഇയ്യായ അർക്കപ്പെട്ട് ജീവനം പോണം, ശർഇയ്യായ രൂപത്തിൽ ഇതൊക്കെ. അപ്പോൾ ഇസ്തിസ്നാ ചെയ്യണ്ട. എന്തിനെ? ജനീനുൽ മുദക്കാത്തി, അതായത് പശുവിനെ അറുത്തു, വയറ്റിലൊരു പശുവുണ്ട്. അപ്പോൾ പശു പുറത്തേക്ക് വന്നാൽ, ചത്തിട്ട് വന്നാൽ അതിനെ മൈത്തത്തുനിന്ന് വിളിക്കണ്ട, ഇസ്തിസ്നാ ചെയ്യണ്ട. കാരണം ലിഅന്ന സകാതഹു ഫി സകാതി ഉമ്മിഹി, ഉമ്മാൻ്റെ സകാത്താണ് കുട്ടിയുടെ സകാത്ത്. മരിച്ചിട്ട് വന്നാൽ, മരിക്കാണ്ട് ജീവനത്തോട് വന്നു കഴിഞ്ഞാൽ അത് അറക്കന്നെ വേണം.
وكذا غيره من المستثنيات المذكورة في المبسوطات. ഒക്കെ ഇതുപോലെ ഒക്കെ ഇൻഷാ അല്ലാഹ് വരും. എന്താണ് പേ പിടിച്ചിട്ട് എന്താണ് ഇത് ഒട്ടകം പോയതിന് എന്താണ് സാമ് വിട്ടിട്ട് കൊന്നാൽ അതൊക്കെ ജായിസാണല്ലോ. അതൊന്നും എന്താ ചെയ്യാല മൈത്തത്തിൽ പെടില്ല. ഖാൽ മനുഷ്യനും ബാക്കിയുള്ള ജവാരിഹിനൊക്കെ ഒഴിവാക്കാമല്ലോ. ഇതുപോലെ സിംഹത്തിന് തിന്നാറ്റോ? സിംഹം മൈത്തത്തല്ലേ? അത് നിങ്ങൾ മക്കുല്ലഹ്മല്ലല്ലോ. അതിന് ഇത് നജസിൻ്റെ ബാബല്ലല്ലോ, ഇത് പാത്രത്തിനെ കുറിച്ച് പറയണ തോലിൻ്റെ. സുമ്മസ്തസ്നാ മിൻ ശഅരിൽ മൈത്തത്തി ഖൗലഹു, ശരിക്കും പറഞ്ഞ സുമ്മസ്തസ്നാ മിൻ ശഅരി എന്നുള്ളത് ഒഴിവാക്കി മിനൽ മൈത്തത്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഷാരീന്ന് മാത്രമല്ല അസ്മും ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ജൽദും അസ്മും ഷാറും. അത് കരീബ് മദ്കൂറായത് കൊണ്ട് ഇസ്തിസ്നാ കരീബിൽക്കാന്ന് വെച്ചതാണ്. ശരിക്കും അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. സുമ്മസ്തസ്നാ മിനൽ മൈത്തത്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഖൗലഹു ഇല്ലൽ ആദമിയ്യി. അഖറബ് ഷാറിനെ കുറിച്ചിട്ടല്ലേ ഇവിടെ പറഞ്ഞത്. മൈത്തത്തി വശഅറു നജസ്സുൻ എന്ന് പറഞ്ഞപ്പോൾ ഷാറ ഖരീബായതുകൊണ്ട് പറഞ്ഞാണ്. ശരിക്കും അങ്ങനെയൊന്നല്ല പറയേണ്ടത്. മാത്രമല്ല ഷാറ് എന്ന് പറഞ്ഞത് കൊണ്ട് വേറൊരു ഹിക്മത്തുണ്ട്. നജസ്സിൽ വരുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. അപ്പോൾ ഷാറ് ഇവിടെ പറഞ്ഞ് അവിടെ കൃത്യമായി പറഞ്ഞ് എന്നൊക്കെ ആയിരിക്കാം. പിന്നെ കുട്ടികളല്ലേ എന്തിനാ ഇവിടെ പറഞ്ഞു എന്തിനാ അവിടെ പറഞ്ഞു എന്നുള്ള ചോദ്യം വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതായിരിക്കും. ഖാൽ ഐ ഫഇന്ന ശഅറഹു താഹിറുൻ. അവിടെയും ഫഇന്നഹു താഹിറുൻ എന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പം മൈത്തത്തി എന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതന്നെ ഈളാഹിന് വേണ്ടിയിട്ട്. ഷാറുൻ നജിസാണ്, മൈത്തത്ത് പോലെ തന്നെയാണ്. അപ്പം മൈത്തത്തും നജിസാണ്, അതിൻ്റെ ഷാറും നജിസാണ്. ഇനി മൈത്തത്തിൻ്റെ ഷാറും നജിസല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായ? മനസ്സിലായ? അതായത് ഇതിൻ്റെ ഇത് ഷാർ ഫഇന്ന ഷഅറഹു താഹിറുൻ കമൈത്തതിഹി. മനുഷ്യൻ്റെ ഷാറ് താഹിർ. അതിൽ വേറൊരു മസലത്തുണ്ട്. മനുഷ്യൻ്റെ ഷാറ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഖദീമായ ഖൗലിൽ നജിസാണ്. എന്താണ് മനുഷ്യൻ്റെ ഷാറ് ഇദൻ ഫസൽ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അങ്ങനെ ആവാം, അല്ലാഹു അലം. അതൊരാൾ മുടി വെട്ടിയിട്ട് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. ഖദീമായ ഖൗലിൽ നജിസ് ഹംല ഇതേപോലെ ഉണ്ടാവും. ഖാല ഫസ്ലുൻ, ഒരു ഫസ്ല്. ഇത് വസീലത്തുൽ വസീലത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. വസീലത്തുൽ വസീല വസായിൽ താറുണ്ടല്ലോ. വസീലത്തുൽ വസീല എന്നറിയാം, ആലത്തുൽ ആലത്ത് എന്നറിയാം. അതാണ് ആനിയത്ത്. ഫി ബയാനി മാ യഹ്റുമു ഇസ്തിഅമാലുഹു മിനൽ അവാനി വമാ യജൂസ്. ശരിക്കും പറഞ്ഞാൽ മാ യഹ്റുമു എന്ന് പറഞ്ഞാൽ വമാ ലാ യഹ്റുമു എന്നല്ല പറയേണ്ടത്. അല്ല ഫി ബയാനി മാ യജൂസു ഇസ്തിഅമാലു മിനൽ അവാനി മാ ലാ യജൂസു ഇസ്തിഅമാലു മിനൽ അവാനി വമാ യജൂസ് എന്നല്ല പറയേണ്ടത്. ഒന്ന് യഹ്റുമു ഒന്ന് വമാ യജൂസ് ആക്കുമ്പോൾ അത് ഒരു എന്ത് ചെയ്താന്നറിയോ? ഇവിടെ നോക്ക്, വലാ യജൂസു ഫി ഗൈരി ദറൂറത്തി എന്നറിഞ്ഞ് ജായിസല്ല എന്നറിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാൽ എന്താണ് ഓരോ ഷർഹ നോക്ക് വകമാ യഹ്റുമു ഇസ്തിഅമാലു മാ ദുക്കിറ എന്ന് പറഞ്ഞാണ്ടാ. അപ്പം ഹറാമെന്ന് അറിഞ്ഞു. കുറച്ചങ്ങോട്ട് പോയിക്കുന്നത് എന്താ വയജൂസു ഇസ്തിഅമാലു ഇനാഇ ഗൈരിഹിമാ യജൂസു എന്നറിഞ്ഞ് വയഹ്റുമു എന്നറിഞ്ഞ്. അപ്പോൾ അവരെന്ത് ചെയ്തതാണ് ഹറാമിനെ ഹറാമെന്നറിഞ്ഞ് മറ്റ് ജായിസല്ല എന്നും പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഹസ്സാക്കി പറഞ്ഞാൽ മതി. ജായിസല്ല എന്ന് പറയണതിനെക്കാട്ടിയും ഔല ഹറാമാണെന്ന് അറിയലാണ്. അപ്പോൾ ഓരെന്ത് ചെയ്തതാണ്
അതായത് മുസന്നിഫിൻ്റെ കലാമിൻ്റെ ഒപ്പം അങ്ങനെ പോയത് വലാ യജൂസു ഇസ്തിഅ്മാലു അവാനി ദാബി വൽ ഫിദ്ദ വയജൂസു ഇസ്തിഅ്മാലു ഗൈരിഹി മിനൽ അവാനി എന്ന് അറിഞ്ഞപ്പോൾ യഹ്റുമു എന്താണ് പറയാം ഒരു ഷർഹിൽ. അപ്പോൾ മുസന്നിഫ് യജൂസു എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ യജൂസു അല്ല എന്നുള്ളത്, അപ്പോൾ ജായിസ് എന്നുള്ള വാക്ക് വേണ്ടേ എന്നുള്ളത് കൊണ്ട് വെച്ചതാണ് മാല യഹ്റുമിൻ്റെ പകരം. മനസ്സിലായ? ഖാല വബദഅ തുടങ്ങി ബിൽ അവ്വലി ഫഖാല. ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. വലാ യജൂസ് കൊണ്ട് തുടങ്ങണതിൻ്റെ കാരണം എന്താ? അതായത് ഇതിൻ്റെ ഈ അവാനിൻ്റെ അസ്ലി ബാബ് ഹില്ലാണ്, ഹറാമല്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹില്ലാണ്, ഹുർമത്തല്ല. അപ്പോൾ ഹറാം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മതി. കാരണം ഒരു ഖായിദത്തുണ്ടല്ലോ, കൂടുതലുണ്ടെങ്കിൽ അതല്ല ഏതാണ് കുറവ് അതിനെ ചിട്ടപ്പെടുത്തിയാൽ മതി. അപ്പോൾ കൂടുതൽ എന്താണെന്ന് മനസ്സിലായിക്കോളൂ. ഇപ്പോൾ ഇസ്തിഅലാ ഖുസ്സ ദഗ്തുൻ ഖിദ്ൻ എന്ന് പറയുന്നത് എന്തിനാ? ഇസ്തിഫാലാണ്. അതുപോലെ ഇത് പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഹില്ലാണ്. അപ്പോൾ വബദഅ ബിൽ അവ്വലി ഫഖാൽ, ബയാനി അവ്വല് കൊണ്ട് ഉദ്ദേശിച്ചത് മാ യഹ്റുമുമാണ്. ഹറാമാക്കപ്പെട്ടത് എന്താണെന്നുള്ളത് കൊണ്ട് തുടങ്ങിയത്. വബദഅ ബിൽ അവ്വലി എന്ന് പറഞ്ഞല്ലോ, മാ യഹ്റുമു. മനസ്സിലായ? അത് അവലിൻ്റെ മുറാദ് എന്താന്ന് മനസ്സിലായ? ആ ഷാരിഹ് മാ യഹ്റുമു എന്ന് പറഞ്ഞല്ലോ, ആ മാ യഹ്റുമുൻ്റെ എന്താണെന്ന് പറഞ്ഞാണ്. ഫഖാല വലാ യജൂസു ജായിസല്ല. നാം ഫി ഗൈരി ദറൂറത്തിൻ, ദറൂറത്തില്ലാതെ ജായിസല്ല. ഹാജത്തിൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു നല്ലത്. ഫി ഗൈരി ഹാജത്തിൻ, ഹാജത്തില്ലാതെ, ലറൂറത്തല്ലല്ലോ. ഹാജത്തും ലറൂറിനെക്കാട്ട് പറയല്ല ഹാജത്ത്. അതായത് ഹാജത്ത് എന്ന് അറിയുന്നതായിരുന്നു ആവില്ല. ഹാജത്തില്ലാതെ, ഒരു ആവശ്യമില്ലാതെ, ഒരു നിർബന്ധ ആവശ്യമില്ലാതെ എന്ന് അറിയണേക്കാട്ടെ ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ മതി. അത്യാവശ്യമല്ല, ആവശ്യമില്ലാണ്ട് ഹാജത്താണ് അവിടെ ആവില്ല. ഇല്ല, ശരിയ ഹാജത്ത് മിൻ ഗൈരി ഹാജത്തിൻ ലിറജുൽ, ആവശ്യമില്ലാതെ. കാരണമുണ്ട്. കാരണം ലറൂറത്ത് എന്നുള്ളത് എന്തുകൊണ്ട് കൊണ്ടുവരണമെന്നറിയാം. നിങ്ങളിപ്പോൾ കുറച്ചേരത്ത് അറിഞ്ഞില്ലേ? ഇപ്പോൾ ലറൂറത്ത് ജായിസാക്കും. അതിനെ അത്യാവശ്യമുണ്ട്, അത്യാവശ്യം നിർബന്ധമാണ്, അത്യാവശ്യക്കെട്ടാണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൽ ജവാസ് വരും. അപ്പോൾ ലറൂറത്തല്ലല്ലോ അവിടെ വേണ്ടത്, ഹാജത്തല്ല അവിടെ വേണ്ടത്. ആവശ്യമില്ലാതെ അത്യാവശ്യമായി കഴിഞ്ഞാൽ ജവാസ് ആവുമല്ലോ. ഇവിടെ പറയുന്നത് വലാ യജൂസ് ജായിസ് അല്ല, ഫി ഗൈരി ഹാജത്തിൻ, ഹാജത്തില്ലാതെ ജായിസ് അല്ല എന്ന് പറയുന്നത്. ലറൂറത്തില്ല എന്ന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതാവട്ടെ. ലി റജുലിൻ, ആണിന്, ഔ ഇംറഅത്തിൻ, പെണ്ണിനും. അത് പെണ്ണിന് എന്ന് പറഞ്ഞാൽ ഹഖീഖിയായ പെണ്ണാവട്ടെ, ഇഹ്തിമാലിയായ പെണ്ണാവട്ടെ. ഹാജത്ത് എന്താണ് പറയുക? ഇപ്പോൾ എന്താണ് പറയുക? എന്താണ്? പല്ല് മാത്രമല്ലല്ലോ, അവാനിയിൽ ഈ ചില തരം ഇതുണ്ട്, കൺമഷി, ഇത് അതിൻ്റെ ഡബ്ബ തഫാവുലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, സ്വർണത്തിൻ്റെ ഡബ്ബയില, വെള്ളിൻ്റെ ഡബ്ബയിലാക്കണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ആക്റ്റീവാവും, ലറൂറത്തായില്ലേ. അപ്പോൾ ഹാജത്ത് എന്ന് അറിയലല്ല, ലറൂറത്ത്. ലറൂറത്ത് എന്ന് പറഞ്ഞാൽ അതിലെന്ത് ലറൂറത്താണ് കാണുന്നത്? ഹാജത്താണല്ലോ അത്, ഇഖ്തിഹാലിൻ്റെ ഹാജത്ത്. ഖൽ ഔ ഇംറഅത്തിൻ, പെണ്ണോ, വലൗ ഇഹ്തിമാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്തിഅ്മാലു ഷൈഇൻ മിൻ അവാനി അദ്ദഹബി വൽ ഫിദ്ദതി ലാ ഫി അക്ലിൻ വലാ ശുർബിൻ വലാ ഗൈരിഹിമാ. അത് വുളു ആവട്ടെ, നജാസത്ത് നീക്കാനാവട്ടെ, എന്താവട്ടെ,
അതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഹറാം. ആ ഹറാം കബീറത്താണോ സഗീറത്താണോ? മുഅ്തമദ് സഗീറത്താണ്, കബീറത്തല്ല. ആഭരണം ധരിക്കുക സഗീറത്ത് ആണ് പുരുഷൻ ഇവിടെ വരുന്നില്ലല്ലോ, ഈ ബാബല്ലല്ലോ, അവിടെ വരുമ്പോൾ അറിയാം. وكما يحرم استعمال ما ذكر يحرم اتخاذه قاعدة ما يحرم استعماله يحرم اتخاذه من غير استعمال في الأصح. അതായത് ഒരാൾ അതായത് വീട്ടിൽ കൊടുന്ന് വെച്ച് ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇത്തിഹാദും വീട്ടിൽ കൊടുന്ന് വെച്ച് പറ്റൂല. പറ്റുമോ? ഒരു സ്വർണ്ണ പാത്രം കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചു, പറ്റുമോ? പറ്റൂല. ഉപയോഗിക്കുന്നില്ലല്ലോ. അതന്നെ പറഞ്ഞത് അതന്നെ ഖാഇദത്ത്. ഉപയോഗിക്കല്ലേ എന്നുള്ളതിന്റെ എന്ത് പറ്റൂല. ആ ഇത് ഖാഇദ ആമായ ഖാഇദത്താണ്. അത് പറ്റില്ല. അതേ സമയത്ത് ഇസ്തിഅമാലു ഹറുമ ഇത്തിഖാദു. ഇങ്ങനെ ഹുലിയായിട്ട് ഇപ്പം പാത്രം സ്വർണ്ണ പാത്രം ഞാൻ വിൽക്കുകയാണ്. എന്തിനാ വിൽക്കുന്നത്? ആർക്കാ വിൽക്കുന്നത്? ഞാനൊരു ബ്രോക്കറോ അല്ലെങ്കിൽ ബ്രോക്കറല്ല, ഞാൻ എന്ത് ചെയ്യും? സ്വർണ്ണ പണ്ടങ്ങളും പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ മേടിക്കും. ഉപയോഗിക്കാനല്ല മേടിക്കുന്നത്, എടുത്തേക്കാനും അല്ല മേടിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, ഗോൾഡിൻ്റെ ചെയിനും മാലയും ലോക്കറ്റും ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം, മാനുഫാക്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലാഭമാണ്, ബിസിനസ്സാണ്. അതിനാണെങ്കിൽ കാരണം അവിടെ ഹറും ഇസ്തിഅമാലും ഉണ്ടാ, ആ ഇതിലത്തെ ഹറും ഇസ്തിഅമാലും ഉണ്ടാ. അപ്പം ഇതിനെ ഇത്തിഹാദ് ചെയ്തെന്ന് അറിയില്ല. ഇതിന് ഇയാൾ ഇസ്തിഅമാൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇത്തിഹാദ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇയാൾ ഇത് ട്രേഡ് ചെയ്യുന്നത് ഒരാൾക്ക് ഉപയോഗിക്കാനോ പാത്രത്തിന് കൊടുക്കാനോ സ്പൂൺ കൊടുക്കാനോ അല്ല, അത് കൊടുക്കില്ല, അത് പാടില്ല. അങ്ങനെ ഒരാൾ കച്ചവടം ചെയ്യണമല്ലോ, അത് പാടില്ല. അതായത് ഇയാൾ ഇവിടെ ഇത് ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഹറും ഇസ്തിഅമാലും ഇല്ല. ഇത് ഇപ്പൊ ചൈനയ്ക്ക് മാറുകയാണ്. പാത്രം ഉപയോഗിക്കാനുള്ള ഷെനാണല്ലോ അത്, അവിടെ വെച്ചിട്ട് വെറുതെ കഴിക്കണം. എന്ത് ഇതിപ്പോൾ എന്ത് ചെയ്യാണ്? ചെയിൻ ഉണ്ടാക്കാനും ഇതുണ്ടാക്കാനാണ് ഇത് പോണത്. അല്ലാണ്ട് ഇതൊരാൾക്ക് ഞാൻ വിൽക്കൂല, ഞാൻ എടുത്തക്കൂല, അത് എനിക്ക് ആവശ്യമില്ലത്. അത് അല്ല, ആ ചെയിൻ ഉണ്ടാക്കാനല്ലല്ലോ അയാൾ തരുന്നത്. ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറും ഇസ്തിഅമാലു ഹറും ഇത്തിഖാദു. ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇത് കച്ചവടം ചെയ്യുന്നത് ശരിക്കും ഇത് മാറ്റാനാണ്, ഖസ്ദുണ്ട് ശരിക്കും. ഇത് ഇയാൾ എന്ത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ് മറ്റാൾ ഡിസ്പോസ് ചെയ്യാണ്. ഇയാൾ ഇത് ചെറിയ പൈസക്ക് മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗോൾഡ് ഉണ്ടാക്കാൻ വിൽക്കുന്നു. ഇപ്പോൾ കുറേ എന്താണ് പറയുക, ട്രോഫി മറ്റേതൊക്കെ ഉള്ളത് ഇയാൾ മേടിക്കുന്നു. ഇയാൾക്ക് ഈ ട്രോഫി എടുത്തേക്കാനോ വേറൊരാൾക്ക് വിൽക്കാനോ അല്ല ഇയാൾ മേടിക്കുന്നത്, കാഫിറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്നു. വെള്ളി അങ്ങനെ തന്നെ. എങ്ങനെ? അത് ലറൂറത്തായി, ചികിത്സാവശ്യം. വെള്ളിയുടെ പാത്രത്തിലെ ഖുർആന്റെ ആയത്തൊക്കെ എഴുതിയിട്ട് പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ലറൂറത്തനുസരിച്ചിരിക്കും. അതിൽ ലറൂറത്തുണ്ടോ? എന്താവട്ടെ. وكما يحرم استعمال ما ذكر يحرم اتخاذه من غير استعمال في الأصح. استعمال ഇല്ലാതെ തന്നെ വീട്ടിൽ ഇങ്ങനെ വെറുതെ വെക്കൽ ഹറാമാവും. ആൻറ്റിക്കായിട്ടാണെങ്കിലും ആൻറ്റിക്കായ. പക്ഷേ അത് എന്തല്ല, ഞാനിപ്പോൾ ആൻറ്റിക്കിന് വേറെ ഉദ്ദേശമുണ്ട്. നമ്മൾ അത് എടുത്തേക്കുന്നത് ഉപയോഗിക്കാനോ തിന്നാനോ കുടിക്കാനോ അല്ല, ആ ഒരു ഉദ്ദേശത്തിൽ പൂർണ്ണമായി മാറിപ്പോയി. എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു ഉസ്താദ്, അതായത് പാരമ്പര്യമായി
ഒരു ചികിത്സ നടത്തുന്ന ഉസ്താദാണ്, ഏതൊരു ചികിത്സാരിയല്ല. അദ്ദേഹം അവൻ്റെ ഒരു പ്രശ്നം പോയി പറഞ്ഞപ്പോൾ വെള്ളിയുടെ പാത്രത്തിൽ ഏതൊരു ആയത്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് അത് ഇവിടുന്ന് കിട്ടാനൊക്കെ ചോദിച്ചിരുന്നു. അത് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചത്. അല്ല, അത് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും മഖ്സൂദ് ഉണ്ടാവും, ഹാജത്ത് ഉണ്ടാവും. വെള്ളിയുടെ പാത്രത്തിൽ ഏതൊരു ആയത്ത് തേനുകൊണ്ടോ എന്തുകൊണ്ടോ അതന്നെ, അത് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള അവിടെ അവിടെയാണ് ഹാജത്ത്, നദാറൂറത്തല്ലല്ലോ അവിടെ. അല്ല, ഹാജത്തിനുള്ളത് ഹാജത്താണ് വേണ്ടത്. കറക്റ്റ് കസകുറുപ്പായി. പ്രാക്ടിക്കലി ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും മനസ്സിലായി. അപ്പോൾ അത് ക്ലിയറായി തോന്നുന്നു. അതേ സമയത്ത് പാത്രം, സ്പൂണൊക്കെ നമ്മൾ വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പാത്രക്കട നടത്തുന്ന ആളാണ്, സ്വർണ്ണപാത്രം വിൽക്കാൻ പാടില്ല, വെള്ളിപ്പാത്രം നമ്മൾ വിൽക്കാൻ പാടില്ല, പാടില്ല, മേടിക്കാനും പാടില്ല. ഇത്തരം ആവശ്യത്തിന് നമുക്ക് വെള്ളിപ്പാത്രം കിട്ടണമെങ്കിൽ അല്ല ഇവിടെ വെള്ളി പാത്രമായിട്ട് വിൽക്കുന്നതല്ല, ഇത് അസുഖം മാറ്റാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ വിൽക്കുന്നതാണ്. പാത്രമായിട്ട് വിൽക്കുന്നതല്ല. പാത്രം എന്തിനാണ്? വെള്ളി പാത്രമല്ല, വെള്ളിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തേക്കാൻ വേണ്ടി ദിഹാറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേറ്റ് പോലെ ആക്കിയിട്ട് സഫഹത്തായിട്ട് വിൽക്കുന്നു. അതിൽ അയാൾ ഇതൊന്നും മനസ്സിലായ? ആവശ്യമായ വെള്ളിപ്പാത്രവും സ്വർണ്ണപാത്രവും ചികിത്സക്ക് ആവശ്യമായ മാത്രല്ല ഈ ചികിത്സ കഴിഞ്ഞിട്ട് ഇയാൾ ഈ പാത്രത്തിൽ പോയി വെള്ളം കുടിക്കാനും പറ്റില്ല. അല്ല, പൈസ കൊടുത്ത് വാങ്ങണ അപ്പോൾ അയാൾ വെറുതെ. വയഹ്റുമു അയ്ദൻ, ഹറാമാണ്. അയ്ദൻ അൽ ഇനാഉൽ മത്ലിയു ബിസ്സഹബ്. മത്ലി ചിലർ മുത്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ലബ്ത്തിൻ്റെ അസഹായ ലബ്ത്ത് ഇത് തന്നെയാണ്, മത്ലിയു ബിദഹബിൻ. അതായത് പാത്രം മത്ലി ബിദഹബ്, ദഹബ് കൊണ്ട് സ്വർണം കൊണ്ട് പ്ലേറ്റഡായ പാത്രം ഉപയോഗിക്കൽ. പ്ലേറ്റഡ്, സ്വർണ്ണ പ്ലേറ്റഡ്. ആ, പൂശിയതുപോലെ തന്നെയാണെങ്കിൽ സ്വർണം എന്തായി കാരം പിടിച്ചെന്ന് വെച്ചോ, വെള്ളി കാരം പിടിച്ച്, അതും അങ്ങനെ തന്നെയാണ്. സ്വർണം കാരം പിടിച്ച് അതിന്മേൽ എന്തെങ്കിലും പറ്റി പഠിച്ച് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം, അപ്പോഴും പറ്റില്ല. ഇതൊക്കെ പോലെ തന്നെയാണ്. ഇത് ചെറിയ പാത്രമാണെങ്കിൽ വലിയ പാത്രമാണെങ്കിലും സമമാണ്. ഇനി പകുതി സ്വർണം പകുതി വെള്ളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി സ്വർണ്ണ പാത്രത്തിനെ പെയിൻ്റ് അടിച്ച് വെച്ച് അപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി സ്വർണ്ണല്ലാത്തിനെ സ്വർണ്ണ പ്ലേറ്റ് അടിച്ചാലും അങ്ങനെ തന്നെയാണ്. ആ, സ്വർണം അടിച്ചാൽ സ്വർണ്ണ നിറം. ഇവിടെ ഞാനൊരു ഫായിദത്ത് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ മുഹിമ്മാണ്, വേറെ ആരും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മമ്പുറം തങ്ങളെ മൗലിദിയിൽ കാണാൻ പറ്റും. അത് അജബ് എന്തായിരിച്ചാൽ ആ മൗലിദിൻ്റെ എല്ലാവരും അത് ഉദ്ധരിക്കുന്നു, പക്ഷേ അത് എന്താണെന്ന് ആരും തഫ്സീർ പാങ്ങിലോരും ബാക്കിയുള്ളവരൊക്കെ മൗലിദിയിൽ പറയുന്നു. മമ്പുറം തങ്ങൾ ഹൽവത്ത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ സ്വർണ്ണം ഇട്ടിട്ട് ഭയങ്കര സ്വർണം ഇട്ടിട്ടായിരുന്നു പുറത്ത് വന്നത്. അതിൻ്റെ ഗാംഭീര്യം കണ്ട കുറേ കാഫിര്യങ്ങൾ മുസ്ലിമായി. ഇവിടെ ഒരു കാര്യമുണ്ട്, വലിയ ഷെറൈൻ്റെ വൈരുദ്ധ്യമായി ഇടൂല. പട്ടും സ്വർണ്ണമൊക്കെ ധരിച്ച് രാജാക്കന്മാരെ പോലെ പട്ടും സ്വർണ്ണമൊക്കെ ധരിച്ചിട്ടായിരുന്നു മമ്പുറം തങ്ങൾ പുറത്തിറങ്ങിയിരുന്നതെന്നാണ് മൗലിദുകളിലുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൽവത്ത് കഴിഞ്ഞിട്ട് ഹൽവത്ത് ആൾക്കാരെ ഇൻകിഫാഫായിട്ട് നിന്ന് ആൾക്കാരെടുത്ത് ഇറങ്ങുമ്പോൾ നാട്ടുരാജാക്കന്മാരെ പോലെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ എന്താണ് പറയുക പട്ടൊക്കെ ഇട്ടിട്ടാണ് മമ്പുറം തങ്ങൾ പുറത്തിറങ്ങിയിരുന്നതെന്ന് മൗലിദി കാണാൻ പറ്റും. അല്ല ഓരോ അത്രയും. അപ്പോൾ ഇവർ കാഫിര്യങ്ങളൊക്കെ കാണുമ്പോൾ രാജാക്കന്മാരെ പോലെ നടക്കുന്നു. അതായത് അതന്നെ ഒരു ഹൈബത്തും ഒരു അസമത്തും. ഇത് മൗലിദിൻ്റെ കിതാബുകളിൽ എല്ലാത്തിലും ഉണ്ട്. ഞാൻ പറഞ്ഞു
വല്ലാഹു അലം. ഒന്ന് വലിയാണ് എന്ന് സാബിത്താണ്. ഔലിയാക്കൾ ഷെറൈൻ്റെ മുഖാലഫത്ത് ചെയ്യില്ല. അത് രൂപത്തിൽ അങ്ങനെയാണ്, സ്വർണ്ണല്ല അത്. തോന്നിപ്പിക്കലാണ്. അത് എന്താണ് മിന്നുന്നല്ല പൊന്ന മിന്നുന്നെല്ലാം പൊന്നല്ലല്ലോ. പൊന്നിനേക്കാൾ വലിയ പൊന്നാണെന്ന് തോന്നിപ്പിച്ചതാണത്. അത് തോന്നിപ്പിച്ച അതൊരു കറാമത്തിന്റെ, അത് കറാമത്തോ അല്ലെങ്കിൽ അതുപോലെ കറാമത്തോ അല്ലെങ്കിൽ മിന്നുന്ന ഒന്ന് ധരിച്ചു. ആൾക്കാർക്ക് അത് പരിചയമില്ല. കറാമത്താണ് പിന്നെ മിന്നുന്നൊന്നും ധരിക്കണ്ട. അതന്നെ നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പോയാൽ മതി. കഷ്ടപ്പെട്ട് മിന്ന് ധരിക്കണ്ട. അതന്നെ, അത് മിന്നാൻ തോന്നിക്കുന്നതാണ്. പട്ട് പോലത്തെ പട്ടല്ല അത്. കാരണം ബിദലീലി അന്നൽ ഔലിയാ ലാ യുഖാലിഫൂന ശർഅ അല്ലാഹ്. അത് ഞാൻ തറാജിമിൽ ഞാനത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം. ഖൽവത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഇത് തോന്നി. അങ്ങനല്ല, ആൾക്കാരിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കോലത്തിലായിരുന്നു ഇറങ്ങിയിരുന്നെന്ന് റളിയല്ലാഹു അൻഹു. ഇപ്പോൾ ക്ലിയറായ ഖാൽ ഔ ഫിദ്ദത്തിൻ, എന്താ സ്വർണം കൊണ്ട് അല്ല വെള്ളി കൊണ്ട് പൂശിയതാണ്. ഇൻ ഹസല മിന ത്തിലാഇ ഷൈഉൻ ബിഅർദിഹി അലൻ നാരി. അപ്പോൾ എന്താ ഇത് ഇൻ ഹസല, ഇവിടെ എന്താ പറയുന്നത്? ഇൻ ഹസല മിന ത്തിലാഇ ഷൈഉൻ ബിഅർദിഹി അലൻ നാരി, തീരെ വെച്ചിട്ട്, അതായത് പ്ലേറ്റ് ചെയ്ത് കവർ ചെയ്ത്. അല്ല സാധാ ഈ പിന്നെ ഔലിയാക്കളെ കബറുമൊക്കെ അങ്ങനെ പട്ടൊക്കെ വിൽക്കും. നമ്മളെ മതബിൽ കറാഹത്താണ്. കറാഹത്ത് ചിലതിൽ ഹുർമത്തും വരുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ധരിക്കും, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും. കാരണം അതിനെ എന്താണ് പറയുക, ഇക്റാം അങ്ങനെയല്ലേ ചെയ്യുക. നമ്മളെ മതബിൽ കറാഹത്താണ്. അതിന് നസ്സുണ്ട്. ഹറാമും ചിലർ ആദരിക്കും. അത് പറ്റില്ല. അത് പേരുള്ളത് പട്ട് കൊണ്ടാതിരിക്കുന്ന ഒരു മുസ്തലാത്ത് മാത്രമാണ്. അല്ല, പട്ടിന്റെ ഒരു തുണിയാണ്ട് കൊടുക്കാൻ ഹറാമല്ല, കറാഹത്തുള്ളൂ. ഹുർമത്ത് വരുന്നുണ്ട്. പിന്നെ ഖബറുകളിൽ എന്താ ഉപയോഗിക്കരുതല്ലോ ഇത്. നമ്മളെ മതബിയിൽ ഷദീദാണ് ഈ വിഷയത്തിലൊക്കെ. എന്ത് ആ ചിലയിടത്ത് ഉണ്ടാവും. പട്ട് മാത്രമല്ല, അലങ്കാരങ്ങളും ഖബറുമ്പിൽ നമ്മളെ മതബിൽ ഷദീദാണല്ലോ. ഖറാഅത്തും ചിലത് ഹുർമത്തും ഉണ്ട്. മറ്റു മതങ്ങളിൽ സ്കോപ്പ് ഉണ്ടല്ലോ അല്ലേ അവിടെ. ويحرم أيضا الإناء المطلي بذهب أو فضة إن حصل من الطلاء شيء بعرضه على النار. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? അപ്പോൾ എന്താണ് പറയുക? നോക്ക്, അത് പെയിൻ്റ് അടിച്ചു, പക്ഷേ തീമ തട്ടിക്കുമ്പോൾ അതിങ്ങനെ ഉരുങ്ങി പോരുന്നു. അപ്പോൾ ഹറാമാവോ? ഹറാമാവില്ല. അതായത് അതിമ പിടിച്ച് പറ്റി നിന്ന്, അത് വെറും എന്തല്ല, വെറും ഒരു പുറം ഇത് മാത്രമല്ല. അങ്ങനെയുള്ളത് ഹറുമാണോ? ഹറുമല്ല. അതായത് ഒരു ചെറിയ പെയിൻറ് പോലായി, അത് തീ തട്ടിക്കുമ്പോഴത്തേനും പോരും. ഹറാമാവോ? ഇല്ല. അതേസമയത്ത് തീ തട്ടിച്ചിട്ടും അത് അറള ചെയ്തിട്ടും ഇതില്ല എന്നുണ്ടെങ്കിൽ ഹറാമാണ്. മനസ്സിലായ? ഗോൾഡൻ കളർ പെയിന്റ് ആണെങ്കിൽ, ഗോൾഡ് പെയിന്റ് ആണെങ്കിൽ അത് തീയുമ്പോൾ തട്ടുമ്പോൾ പോവില്ലേ? അപ്പോൾ ഹുർമത്ത് വരൂലെന്ന്. അതന്നെ, അപ്പോൾ ഹുർമത്ത് വരില്ല. ഗോൾഡ് ആണെങ്കിലും അത് പെയിന്റ് ഇതാക്കിയാൽ തീമ തട്ടുമ്പോഴത്തേനും പോരുമല്ലോ. ഗോൾഡൻ കളർ പെയിന്റ്, ഗോൾഡ് അല്ലല്ലോ. ويجوز استعمال إناء غيرهما أي غير الذهب والفضة. ذهبും ഫിദ്ദത്തും അല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുക? ഇന ഇസ്തിഅമാൽ ചെയ്യുക. മിനൽ അവാനി നഫീസത്തി, ശരിക്കും മിനൽ അവാനി നഫീസത്തിനെ കാട്ടി ഔല. വയജൂസു ഇസ്തിഅമാലു ഇനാഇ ഗൈരിഹിമാ ഐ ഗൈരി الذهب والفضة വലൗ, അല്ലെങ്കിൽ മിനൽ അവാനി നഫീസത്തി എന്ന് അറിയണ കാട്ട് വലൗ നഫീസ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഗൈരി الذهب والفضة മിനൽ അവാനി കഴിഞ്ഞ്. മനസ്സിലായില്ല? ഗൈരിഹിമാ ഐ ഗൈരി الذهب والفضة മിനൽ അവാനി.
വലൗ നഫീസാണെങ്കിലും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നഫീസായത് മാത്രമല്ലല്ലോ, നഫീസാണെങ്കിലും എന്ന് പറയാം. കാരണം അവിടെ ആൾക്കാർ പറയും അപ്പോൾ സ്വർണത്തിനെക്കാട്ടിയും വിലയുള്ള വജ്രങ്ങളുള്ളതോ, പക്ഷെ അത് കറാഹത്ത് വരും കേട്ടോ, കറാഹത്ത് വരും. ജവാസാണ് മാൽ കറാഹത്തി. പക്ഷേ കറാഹത്ത് വരണം എന്നുണ്ടെങ്കിൽ ദാത്തിൻ്റെ നഫാസത്താവണം. അതേ സമയത്ത് ദാത്തിൻ്റെ നഫാസത്ത് തിലാ കൊണ്ടല്ലല്ലോ. ഇപ്പോൾ ഗ്ലാസ് റെയർ ക്ലാസ്, റെയറിറ്റി കൊണ്ടാണ് ക്ലാസിൻ്റെത്, ദാത്തല്ല. അല്ലെങ്കിൽ മ്യൂസിയത്തിൽ നിന്ന് കിട്ടിയ ഗ്ലാസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ 1000 വർഷം പഴക്കമുള്ള ഗ്ലാസ് ആയതുകൊണ്ട്, ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച. അപ്പോൾ ദാത്തിയായ നഫാസത്താണോ അതിനുള്ളത്? കോഹിനൂറൊക്കെ ദാത്തിയായ നഫാസത്താണല്ലോ, വജ്രങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഒരാൾ ഈ പാത്രം, ഇത് നഫീസായ പാത്രം, ഇത് 1 കോടി ഉറുപ്പിക്ക് വിൽക്കുകയാണ്. മേടിക്കണ്ട തരാം. ഇപ്പം ചില ഈ മറ്റേ കൗമു സെൽഫികളോ ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ അവരെ മശായിഖ്മാർ ഇട്ടായിരുന്ന കന്തൂറ 1000, 2000 അല്ല 20,000, 50,000 ദിർഹംസിനൊക്കെ വിൽക്കുന്നുണ്ട്. നെറ്റിയടിച്ച് കിട്ടു. ഞാൻ ഉപയോഗിച്ചിരുന്ന കന്തൂർ ആർക്കെങ്കിലും വേണോ? ദിവജില്ലാഹി ആർക്കെങ്കിലും വേണോ? 20,000 ലേലം വിളിച്ചൊരു 20,000, 30,000 ഒക്കെ ഉണ്ട്. താഷ്കറിഞ്ഞല്ല. അപ്പം നഫാസത്ത് കറാഹത്ത് വേറെ എപ്പോഴാണ് ഉസ്താദേ? ദാത്തിയായ നഫാസത്തായിരിക്കണം. ദാത്തി അല്ലെങ്കിൽ കറാഹത്ത് വരൂല. അതായത് ഒരു പ്രത്യേകമായ രാജാക്കന്മാർക്ക് ഉണ്ടാക്കുന്ന ആളുണ്ടാക്കി തന്നതുകൊണ്ട് പൈസ കൂടി, നഫാസത്ത് കൂടി. അല്ലെങ്കിൽ ഇയാൾക്ക് മാത്രം അങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ദാത്തിയല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ എന്താണ് പറയുക, ഈ പാത്രം നല്ല രസമുള്ള ഗ്ലാസ്, ഉണ്ടാക്കിയ ഗ്ലാസ് കടയിൽ നിന്ന് മേടിക്കുന്നു. ഭയങ്കര കാണുമ്പോൾ തന്നെ ഒരു രാജാക്കന്മാർക്ക് ഉള്ള ഗ്ലാസ് പോലെ തോന്നുന്നു. അത് നഫീസാണോ? അത് പണി. അപ്പോൾ കറാഹത്തുണ്ട് അതിൽ. ഇപ്പം നമ്മളൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ കുറേ കോലത്തിൽ പൈസ കൂടിയതൊക്കെ കാണും. എന്ത് ഗ്ലാസിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല, അതിലുള്ള വർക്ക് കൊണ്ടാണ്. അതിലൊന്നും കറാഹത്ത് വരില്ല. കറാഹത്ത് വരില്ല, ഒറിജിനൽ നഫാസത്തില്ല. ക്ലിയർ ആണോ? യാഖൂത്തിൻ, യാഖൂത്തിൻ്റെ ഇനാ പോലെ. വയഹ്റുമുൽ ഇനാഉൽ മുദബ്ബബു, ദബ്ബത്ത്. എന്താ ദബ്ബത്ത്? എന്താക്കി അതന്നെ. അപ്പോൾ മത്തലി ഉണ്ട്. മത്തലി എന്താ? പെയിൻ്റ് അടിച്ചത്, പ്ലേറ്റ് ചെയ്തത്, പ്ലേറ്റഡ്. ദബ്ബത്ത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത്, ഇന്നിപ്പോൾ എളുപ്പമാണ്. ഇന്നിപ്പോൾ ഗ്ലാസ്സൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക, ഗ്ലാസ്സൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പുതിയ ഗ്ലാസ് മേടിക്കുക. പണ്ടൊന്നും അങ്ങനെ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ എന്ത് ചെയ്യും അവർ? എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. രണ്ടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? സ്വർണം, അതാണ് ഏറ്റവും, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ കൂട്ടിച്ചേർക്കും. സ്വർണം ലഭ്യമാണ്, ഗ്ലാസ് ലഭ്യമല്ല. പിന്നെ എന്താ താശക പറഞ്ഞല്ല. പിന്നെ പാത്രങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചത് പാത്രങ്ങളൊക്കെ ഇത്രയും നമ്മൾക്കുള്ള പോലെ ആയിരുന്നു അല്ലല്ല. അല്ലെങ്കിൽ വലിയ വലിയ ബക്കറ്റ്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബക്കറ്റ് ഇതാക്കാൻ ഹക്ക് പറഞ്ഞാൽ സാധാരണ ബക്കറ്റുകൾ മേടിക്കാൻ കിട്ടാനില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ ദൂരെ പോയിട്ട് അത് ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കണം. ഇതാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ബക്കറ്റും ഈ കാര്യങ്ങളൊക്കെ വല്യപ്പ മക്കൾക്ക് കൊടുത്ത് മക്കൾക്ക് ഇങ്ങനെ ആയിട്ട് അവരെ കുടുംബത്തിൻ്റെ ഒരു ഹെറിറ്റേജ് ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് വരുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോഴും ചില പഴയത് നോക്കുമ്പോൾ അതിന്മേലൊക്കെ കുറേ ലബ്ബത്ത് കാണും.
സാധാരണയാണ് ഈ നാട്ടിലും ചൈനയിലും ഇവിടൊക്കെ നോക്കിയാൽ റബ്ബത്ത് പഴയ ഇതൊക്കെ നോക്കുമ്പോൾ റബ്ബത്തൊക്കെ നന്നായിട്ട് കാണാം, പൊട്ടിയത് നല്ല രീതിക്ക് റബ്ബത്ത് ചെയ്തിട്ട്. കാരണം വെള്ളിയും സ്വർണ്ണമാണ് പിടിച്ചു നിർത്തുക, ഭയങ്കര ഇതുണ്ടാവും. ഇരുമ്പോണ്ടൊക്കെ ആണെങ്കിൽ ആക്റ്റീവാകും, അതിലുള്ള വെള്ളവും ഇതൊക്കെ നമുക്ക് കുടിക്കാനും ഉപയോഗിക്കാൻ പറ്റൂല. സ്വർണ്ണം ആക്റ്റീവ് ആവില്ലല്ലോ അല്ലേ? എന്താ മുഷമ്മസായ വെള്ളം സ്വർണ്ണത്തിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, ആക്റ്റീവ് ആവില്ലല്ലോ. അപ്പോൾ പാത്രങ്ങൾ ഇതൊക്കെ ഇരുമ്പോണ്ടൊന്നും അവരാക്കില്ല. ഇരുമ്പും ചെമ്പൊക്കെ എന്ന് പറഞ്ഞാൽ തുരുമ്പും മറ്റു കാര്യങ്ങളൊക്കെ കുടിക്കും. അതേസമയം ആ രണ്ടും ഇതിന് റബ്ബത്തിന് ഉപയോഗിക്കുന്ന ഈ രണ്ടാണ്. വയഹ്റുമുൽ ഇനാഉൽ മുദബ്ബബു ബിദബ്ബതി ഫിദ്ദത്തിൻ കബീറത്തിൻ ഉർഫൻ. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കാം, മുദബ്ബബായത് എങ്ങനെയൊക്കെയാണ് നോക്ക്. 4 മുദബ്ബബ്. ഒന്ന് സ്വർണത്തിൻ്റെ മുദബ്ബബ് ഖലീല്. നോക്കാം, മുദബ്ബബുണ്ട്, ഹാജത്തുണ്ട്, സീനത്തുണ്ട്, ഖലീലുണ്ട്, കസീറുണ്ട്. അപ്പോൾ എത്രയായി? 4. ആർക്കൊക്കെ? എല്ലാത്തിലും 4. ഖലീലത്ത് ഹാജത്ത്, ഖലീലത്ത് സീനത്ത്, കസീറത്ത് ഹാജത്ത്, കസീറത്ത് സീനത്ത്. അപ്പോൾ 8 സൂറത്തായി. 4 ദഹബിനും 4 ഫിദ്ദത്തിനും. ഇനി വേണം ഇങ്ങനെ പറഞ്ഞോ. വേറൊരു സൂറത്തുണ്ട്, പകുതി സീനത്തിന്, കുറച്ച് ഭാഗം എന്താണ് ഹാജത്തിന്. അപ്പോൾ എങ്ങനെയാണ് ഈ സൂറത്തുകൾ വരുന്നത്? ഇവിടെ നമ്മൾ കിതാബ് വായിച്ചിട്ട് നമ്മൾ ചുരുക്കം പറയാം. വയഹ്റുമുൽ ഇനാഉൽ മുദബ്ബബു ബിദബ്ബതി ഫിദ്ദത്തിൻ കബീറത്തിൻ ഉർഫൻ ലിസീനത്തിൻ. അത് സീനത്ത് കുറച്ച് സീനത്താവട്ടെ കുറേ സീനത്താവട്ടെ, അതായത് കുറച്ച് ഹാജത്തും കുറച്ച് സീനത്താവട്ടെ, ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ കബീറത്തിൽ ഫിദ്ദത്തിൻ്റെ ലബ്ബത്ത് ഹറാമാണ് സീനത്തിനാണെങ്കിൽ. ഒരു നോക്കാം, എവിടെ ശ്രദ്ധിക്കാം. വെള്ളിയാണ്, വെള്ളിൻ്റെ ലബ്ബത്ത് കബീറാണ്, വലിയ കുറേ ലബ്ബത്തുണ്ട്. ഓക്കെ, സീനത്തിനാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീനത്തിനാവട്ടെ കുറേ സീനത്തിനാവട്ടെ, ഹറാമാണോ? ഹറാമാണ്. ആ ഒരു സൂറത്ത് ഇവിടെ പറഞ്ഞു. വ്യക്തമാണോ? ഒരു പാത്രം ലബ്ബത്ത് ചെയ്ത് വെള്ളി കൊണ്ട് സീനത്തിനാണ് ഇത് ചെയ്തത്, കുറച്ച് ഹാജത്തും ഉണ്ടാവുമായിരിക്കും. ആ സീനത്ത് കുല്ലാവട്ടെ ബാളാവട്ടെ, ലീസീനത്തിൻ ആ തൻവീനിൽ കുല്ലൻ ഔ ബാളാണ് കിടക്കേണ്ടത്. കുല്ലായ സീനത്താവട്ടെ ബാളായ സീനത്താവട്ടെ, ഹാജത്തുണ്ടെങ്കിലും ഹാജത്തില്ലെങ്കിലും സീനത്ത് എന്നുള്ള കസ്ത അവിടെ വന്ന് കുല്ലോ ബാളോ സീനത്ത്. എന്നിട്ട് പറഞ്ഞു ഫഇൻ കാനത് കബീറത്തൻ ലിഹാജത്തിൻ. അപ്പോൾ നമ്മൾ സീനത്തിൽ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലായി, ഹാജത്ത് ജമീഅ ഹാജത്ത് വേണം, ബാവായ പോരാ, കുല്ലന്നാവണം. ജായിസുൻ മഅൽ കറാഹത്തി. മഅൽ കറാഹത്തി. നഅം. അപ്പോൾ ആദ്യത്തെ സൂറത്ത് യാ ഷെയ്ഖ് മഈ. അപ്പോൾ യഹ്റുമുൽ ഇനാഉൽ മുദബ്ബബു ബിദബ്ബതി ഫിദ്ദത്തിൻ കബീറത്തിൻ ഉർഫൻ ലിസീനത്തിൻ കുല്ലൻ ഔ ബഅദൻ. ഓക്കെ, ഫഇൻ കാനത് കബീറത്തൻ ലിഹാജത്തിൻ, ജമീഅ ആവണം, ഹാജത്ത് കുല്ലായിരിക്കണം, ഫുൾ ഹാജത്ത്, ജാസ മഅൽ കറാഹത്ത്. അപ്പോൾ കറാഹത്താണ്. അപ്പോൾ 2 സൂറത്ത് കഴിഞ്ഞ്. ഫഇൻ കാനത് കബീറത്തൻ, അത് ലബ്ബത്ത് കബീറത്തായ ലബ്ബത്താണ്. ലിഹാജത്തിൻ, അവിടെ നമ്മൾ ആ തൻവീൻ എന്താ പറഞ്ഞു? ജമീഅ ആണെന്നാ. അതായത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ നന്നാക്കലാണ്. ഹാജത്ത് എന്താ? നന്നാക്കലാണ്. അല്ലാണ്ട് വേറെ സാധനം നന്നാക്കാനില്ല എന്നുള്ളതല്ല, നന്നാക്കലാണ് ഹാജത്ത്. ഇസ്ലാഹ് ജാസ മഅൽ കറാഹത്തി, ജായിസാണ് കറാഹത്തിനൊപ്പം. ഇനി 4-ാമത്തെ സൂറത്ത്, 3-ാമത്തെ സൂറത്ത്. ഔ സഗീറത്തൻ ഉർഫൻ, സഗീറത്താണ്. ലിസീനത്തിൻ, അവിടെ കുല്ല് ബാദ്, അവിടെ കുല്ല് ബാദ്. സീനത്ത് കുല്ലാവട്ടെ ബാദാവട്ടെ.
കലീലത്താണ് സീനത്തിനാണ്, ആ കാളാട്ടെ കുല്ലാകട്ടെ, ആ അപ്പൊ കറാഹത്ത കുരിഹത്ത് കറാഹത്താണ്. വെള്ളിയുടെ കാര്യത്തിലാണത്. ആ ജാസ മാൽ കറാഹ. نعم أو لحاجة ഹാജത്ത് മാത്രം, സീനത്ത് വരാൻ പാടില്ല. കലീലത്തായത് ഹാജത്തിന് മാത്രമാണെങ്കിൽ ജാസ വിത്തൗട്ട് കറാഹ. أو لحاجة فلا تكره ده. ജാസ അപ്പോൾ സൂറത്തുകൾ വേഗം പറഞ്ഞായോ? ആ വെള്ളിയുടെ കാര്യം കബീറത്ത് കൊണ്ട് മുദബ്ബബാക്കാം. أعد بسرعة بسرعة. സീനത്തിന് വേണ്ടിയാണെങ്കിൽ അത് ഹറാം. അതായത് വബ്ബത്തു ഫിദ്ദത്താണ്. അത് നോക്കാം, വബ്ബത്തു ഫിദ്ദത്താണ്. ഒന്ന് വബ്ബത്തു ഫിദ്ദത്താണ്, അതാണ് മസ്അലത്ത്. വബ്ബത്തു ഫിദ്ദത്ത് കസീറത്താണ്, സീനത്താണ്, ജുസീനാവട്ടെ ബഅദാവട്ടെ കുല്ലാവട്ടെ ഹറാം. ഹാജത്താണ്, പൂർണ്ണമായ ഹാജത്താണ്. കബീറ കൂടുതലുമാണ്, ഹാജത്ത് മാത്രമേ ഉള്ളൂ കറാഹത്ത്. സഗീറത്താണ്, സീനത്ത് കുല്ലാവട്ടെ ബഅദാവട്ടെ കറാഹത്ത്. ഹാജത്താണ് ഹാജത്താണ് ഫലാ തുക്റഹു എന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുബാഹാണെന്നാണ് അവിടെ പറയേണ്ടത്. ലാ എന്ന് പറഞ്ഞിട്ട് താരീഫ് ചെയ്യണതിനെക്കാട്ടി ഇസ്ബാത്ത് ചെയ്യലല്ല ഔല. ഔലി ഹാജത്തിൻ ജാസത്ത് അല്ലെങ്കിൽ ജാസ അല്ലെങ്കിൽ മുബാഹ് എന്ന് പറഞ്ഞാൽ മതി. ഫലാ തുക്റഹു എന്ന് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. أما ضبة الذهب فتحرم مطلقا كما صححه النووي رحمه الله من أجل അവിടെ ചർച്ചയില്ല, ആവശ്യമില്ലാണ്ടാവട്ടെ. അപ്പോൾ ഫിദ്ദത്തിന്റെ സൂറത്ത് വേഗം പറഞ്ഞാട്ടെ. കബീറത്താണ്, സീനത്ത് ബാവാവട്ടെ കുറച്ച് 80% ഹാജത്ത്, ബാക്കി 20% സീനത്ത്. പറ്റോ? ഞാൻ കാരണം സീനത്ത് ബാവാവട്ടെ കുല്ലാവട്ടെ അവിടെ തഖ്ദീറുണ്ട്, ആ തൻവീനിൽ തഖ്ദീറുണ്ട്. ആ ഫഇൻ കാനത് കബീറത്തൻ ലിഹാജത്തിൻ, അത് ഹാജത്ത് താമായ ഹാജത്തായിരിക്കണം. ജാസ മഅൽ കറാഹത്തി. ഔ സഗീറത്തൻ ഉർഫൻ ലിസീനത്തിൻ, അത് കുറച്ചാവട്ടെ കൂടുതലാവട്ടെ കുരിഹത്ത്, ജാസ മഅൽ കറാഹ. ഔ ലിഹാജത്തിൻ ഔ സഗീറത്തൻ ഉർഫൻ ലിസീനത്തിൻ, സീനത്ത് കുല്ലാവട്ടെ ബഅദാവട്ടെ കുരിഹത്ത് കറാഹത്താണ്. ഔ ലിഹാജത്തിൻ ഫലാ തുക്റഹു, ഹാജത്ത് മാത്രമായിരിക്കണം ഫഖത്ത്. أما ضبة الذهب فتحرم مطلقا كما صححه النووي رحمه الله تعالى. فصل في استعمال آلة السواك. ഇത് ശരിക്കും പറഞ്ഞാൽ സുനനിൻ്റെ സിവാക്ക് പറയണോടത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈ സിവാക്കിൻ്റെ സുന്നത്ത് ശക്തമായ ഒരു സുന്നത്തായതിനാൽ എടുത്തു പറഞ്ഞതായിരിക്കാം. മാത്രമല്ല സിവാക്ക് ഒരു ശുദ്ധീകരിക്കുന്ന ഒരു ആലത്താണ്, മാവും ദാബിയും ഒരാലത്താണ്. അപ്പോൾ ഉളൂഇന് ബന്ധപ്പെട്ട ഒരാലത്തും കൂടിയാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു സുന്നത്തിൻ്റെ ഒരു ആലത്ത്, താഹാറത്തിനുള്ള ഒരു ആലത്ത് പറഞ്ഞിന്ന് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. മനസ്സിലായ? ഖാൽ ഫസ്ലു ഫി ഇസ്തിഅമാലി ആലത്തി സിവാക്ക് വഹുവ മിൻ സുനനിൽ വുളൂഇ, വുളൂഇൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തിൽ പെട്ടതാന്നുള്ളത് കൊണ്ട് ബിസ്മി കഴിഞ്ഞിട്ടാണ് പല്ല് തേക്കുന്നതെന്ന് വരും. മനസ്സിലായ? അപ്പം നിയ്യത്ത് വേണം, അതായത് നിയ്യത്ത് വേണം. നിയ്യത്ത് വേണം. ويطلق السواك أيضا على ما يستاك به من أراك ونحوه. ഇതാണ്. അപ്പോൾ എന്താണ് പറയുക, ബ്രഷൊക്കെ കയ്യിൽ പെടും, കൈ പെടില്ല, പറ്റും. പൊടി, പൽപ്പൊടി ഒരെണ്ണം മതി. ബാത്റൂമിലത്തെ ടിഷൊക്കെ ഒരെണ്ടല്ലോ. ഒരായാൽ മതി, സോഫ്റ്റ് പറ്റില്ല. ഖാല വസ്സിവാക്കു മുസ്തഹബ്ബുൻ, സിവാക്ക് മുസ്തഹബാണ്. സിവാക്ക് ഇവിടെ ഇസ്തിയാക്കിൻ്റെ മാനയാണ്. സിവാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല്ല് തേക്കൽ.
മുസ്തഹബ്ബുൻ ഫീ കുല്ലി ഹാലിൻ, എല്ലാ അവസ്ഥയിലും കിടന്നിട്ടും നിന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടും എല്ലാം എപ്പോഴും. വലാ യുക്റഹു തൻസീഹൻ, കറാഹത്തല്ല. അതായത് ഏത് ഹാലാക്കിയാലും കറാഹത്തിൽ വരുന്നില്ല. വസ്സിവാക്കു മുസ്തഹബ്ബുൻ ഫീ കുല്ലി ഹാലിൻ. വലാ യുക്റഹു തൻസീഹൻ, കറാഹത്തല്ല. ആയിട്ട് പോലും ഒരു നിലക്കും എപ്പോഴും കറാഹത്തില്ല. അല്ല ഫീ കുല്ലി ഹാൽ പറയുന്നതോട് കൂടി മുസ്തഹബ്ബേ ഉള്ളൂ. ഫീ കുല്ലി എന്ന് പറഞ്ഞില്ലേ, മുസ്തഹബ്ബു ഫീ കുല്ലി ഹാൽ. അവിടെ കറാഹത്ത് ഉണ്ടെന്ന് പിന്നെ വരുന്നില്ലല്ലേ അതില്. ഫീ കുല്ലി ഹാൽ പറഞ്ഞോണ്ട് പറഞ്ഞായിരിക്കും. അങ്ങനെയല്ല. വസ്സിവാക്കു മുസ്തഹബ്ബുൻ ഫീ കുല്ലി ഹാൽ. انتهى. ولا يكره تنزيها إلا بعد الزوال للصائم. അപ്പോൾ കറാഹത്തുണ്ട് ആർക്ക്? സായിമിന്. പക്ഷേ ഇവിടെ ഇബാറത്തിലൊരു എന്താണ് ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ഇസ്തിസ്നാ ശരിയാവണില്ല. കാരണം അങ്ങനെയാണെങ്കിൽ വലാ യുക്റഹു തൻസീഹൻ, കാരണം ഹാല് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാലായിരിക്കണം. വസ്സിവാക്കു മുസ്തഹബ്ബുൻ ഫീ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവസ്ഥയാണ് പറയേണ്ടത്, ഇവിടെ അവസ്ഥയല്ല, ടൈമാണ് പറയേണ്ടത്. അപ്പോൾ വലാ യുക്റഹു തൻസീഹൻ ഫീ കുല്ലി വഖ്തിൻ ഇല്ലാ ബഅദ അസ്സവാലി ലിസ്സായിം. വഖ്താണ്, കാരണം ഇസ്തിസ്നാ ആവുമ്പോൾ ഹാലിൻ്റെ ഇസ്തിസ്നാ ഹാലായിരിക്കണം. ലുഗവിയായ വിഷയമാണ് അവിടെ. വേണം ഇങ്ങനെ ജവാബ് കൊടുക്കുക. ഒരു മുഖദ്ദറുണ്ട്, അതിൻ്റെ ഉള്ളിൽ മുഖദ്ദറുണ്ട്, അത് സിയാഖിൽ നിന്ന് തിരിയേണ്ടെന്ന് കൊടുത്താൽ മതി, അപ്പോൾ ജവാബായി. ഓക്കെ. വസ്സിവാകു മുസ്തഹബ്ബുൻ ഫീ കുല്ലി ഹാൽ വലാ യുക്റഹു തൻസീഹൻ, തൻസീഹായിട്ട് കറാഹത്തില്ല ഇല്ലാ ബഅദ സവാലി ലിസ്സായിമി. സായിമ പോലെ തന്നെ മുംസിക്ക് തൻസീഹായിട്ടാണ്, തഹ്രീമല്ല. കാരണം തഹ്രീം എന്ന് പറഞ്ഞാൽ ഹറാമാണ് നമ്മുടെ മദ്ഹബിൽ. മുംസിക്ക് അതായത് ഇപ്പോൾ ഒരാൾ നോമ്പ് മുറിച്ച് കുറ്റം ചെയ്ത് നോമ്പ് മുറിച്ച് അയാളെ മേലെ ഇംസാക്ക് വാജിബാണ്, ഫർളാണ്. ആ ഇംസാക്ക് സുന്നത്തുമാണെന്ന് വെച്ചോ. അപ്പോൾ ഇംസാക്ക് ഉള്ളവർക്ക് ഹുക്കുമാണ്, ഫർളാവട്ടെ നഫ്ലാവട്ടെ. وتزول الكراهة بغروب الشمس واختار النووي عدم الكراهة مطلقا. നവവി മാമൻ്റെ ഇത് കറാഹത്തില്ല എന്ന് പറഞ്ഞു. അത് നവവിൻ്റെ ഇഖ്തിയാറാണ്. നമ്മൾ പറഞ്ഞു നവവി റഹിമഹുല്ലാഹിൻ്റെ ഇഖ്തിയാർ ഖവിയ്യുൻ ദലീലൻ ദഈഫുൻ മദ്ഹബൻ. എന്ത് അത് അതൊരു ഖൗലാണ്, നമ്മളെ മദ്ഹബിലൊരു ഖൗലാണ്. അത് ഹദീസ് ഉണ്ടല്ലോ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൊണ്ട് തേക്കാം, ഒന്നും കിട്ടില്ലെങ്കിൽ കൈകൊണ്ട് എങ്കിലും തേക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ മദ്ഹബിൽ അത് ഖായിമാവില്ല. നഅം. വഹുവ ഐ സിവാക്കു സിവാക്കിൻ്റെ അസ്ല് സുന്നത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ സിവാക്കായിരിക്കണമല്ലോ. അത് സ്വന്തത്തിൻ്റെ സ്വന്തം എന്ന് പറ്റില്ല, വേറൊരാളെ കൈ പറ്റും. ആ കൗലുണ്ട്, നമ്മളെ മദ്ഹബിൽ കൗലുണ്ട്. നമ്മളിവിടെ മദ്ഹബല്ലേ പഠിക്കുന്നത്. قال وهو أي السواك في 3 مواضع. 3 മൗദിഇൽ. അതായത് ഇവിടെ കിതാബ് പറഞ്ഞതനുസരിച്ചിട്ട് അഷദ്ദു ഇസ്തിഹ്ബാബൻ മിൻ ഗൈരിഹാ, കിതാബ് പറയാണ്ട് ഇനിയുണ്ട്. ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞ് വനുക്സിറ ഫീഹി മിൻ തഖ്സീമാതി വഅസ്റിൽ ഖിസാൽ എന്നല്ല പറഞ്ഞത്. അഹദുഹാ ഇൻദ തഗയ്യുരിൽ ഫമി മിൻ അസ്മിൻ ഖീല ഹുവ സുകൂത്തുൻ തവീലുൻ. അസ്മിൻ്റെ അർത്ഥം കുറേ സമയം മുണ്ടാണ്ടിരിക്കലാണ്. വഖീല തർക്കുൽ അക്ലി, ഭക്ഷണം കഴിക്കാണ്ടിരിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ തർക്കുൽ അക്ലിൻ്റെ ഒപ്പം വഷുർബി എന്നും പറയായിരുന്നു. ഭക്ഷണം കഴിക്കാണ്ടിരിക്കൽ മാത്രമല്ലല്ലോ. ഇതാവട്ടെ. വഇന്നമാ ഖാല വഗൈരിഹി മിൻ അസ്മിൻ വഗൈരിഹി എന്ന് അറിഞ്ഞല്ലോ.
ലിയഷ്മല തഗയ്യുറൽ ഫമി ബിഗൈരി അസ്മിൻ കഅക്ലി കരീഹിൻ മിൻ സൂമിൻ വബസലിൻ വഗൈരിഹിമാ. അപ്പോൾ എന്തിനാണ് തഗയ്യുറുൽ ഫമി മിൻ അസ്മിൻ വഗൈരിഹി കൊണ്ട് എന്തായി നൗമ് പുറത്തായിട്ടാ? കാരണം തഗയ്യുറുൽ ഫമി മിൻ അസ്മിൻ വഗൈരി, അസ്മ കൊണ്ടും ബാക്കിയുള്ളത് കൊണ്ടും. അല്ല, അടുത്തതിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ആ പറഞ്ഞോളി. സൗമ് ആദ്യം തന്നെ കറാഹത്താന്ന് അറിഞ്ഞല്ലോ, തഹീറുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ ഉള്ള ഖിലാഫുണ്ട്. മുഅത്തമദ് നമ്മൾ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞ തഗയ്യുറുണ്ടെങ്കിലും കറാഹത്ത് തന്നെയാണ്. والثاني عند القيام أي الاستيقاظ من النوم, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ. ഇനി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ കുറച്ചേരത്തെ വഗൈരിയിൽ ഉറക്കം പെടില്ല എന്ന് അറിഞ്ഞല്ലോ. കാരണം ഉറക്കമാണ് മഖ്സൂദ്, തഗയ്യുറല്ല. ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ട് വേറെ തന്നെ എണ്ണണം പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 5 കാര്യമല്ലേ, അതിലത്തൊന്നായി ഫറയിൻ്റെ വ്യത്യാസം വന്നപ്പോൾ, അസ്ലീന്ന് വ്യത്യാസം വന്നപ്പോൾ ഫറയിന് വേറെ അസ്ലായിട്ട് എണ്ണി. വസ്സാലിസു ഇൻദൽ ഖിയാമി ഇലസ്സലാ, സലാത്തും സലാത്ത് പോലത്തെ സജൂദ് തിലാവത്തിൻ്റെ സജൂദത്തും ഇത് പെടും. ഫർദൻ ഔ നഫ്ലൻ, ഫർളാവട്ടെ നഫ്ലാവട്ടെ. ويتأكد أيضا في غير الثلاثة المذكورة إذا ويتأكد أيضا في غير الثلاثة المذكورة إذا لا تدل مما هو في المطولات. കുട്ടികളെ എപ്പോഴും നിങ്ങൾ കുട്ടികൾ തന്നെയാണ്. كقراءة القرآن واصفرار الأسنان. പല്ല് മഞ്ഞച്ചാലും എന്താണ് പല്ല് വെക്കണം, മഞ്ഞളാറാവാ. അപ്പോൾ അക്കുതാണെന്ന് പല്ലേക്കാട് നിന്നിട്ട് പല്ലൊക്കെ വാങ്ങിച്ചാൽ അക്കീതായിട്ട് പല്ലേക്കാണെന്ന്. വയുസന്നു അയ്യനുയ ബിസ്സിവാക്കി സുന്ന. അതൊരു പക്ഷേ അതെന്താണ്, അതൊരു ഇബാദത്തിൻ്റെ ഉള്ളിലല്ലെങ്കിൽ, അതായത് ഉളൂവിൻ്റെ ഉള്ളിലാണെങ്കിൽ സുന്നത്തൊന്നും നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല. പെടാണ്ടിരിക്കണ അവസ്ഥയിലാണ്. അതന്നെ. അപ്പൊ അതിനൊക്കെ സുന്നത്തിന്റെ നിയത്ത് വെക്കണം. അത് ആദത്തും ഇബാദത്തും തമ്മിൽ വ്യത്യാസപ്പെടാൻ വേണ്ടിട്ടാ. അത് ആദത്തും ഇബാദത്തും തമ്മിൽ വ്യത്യാസപ്പെടുത്തണ്ടേ? നിയത്തിന്റെ മഖ്സദ് ആദത്തും ഇബാദത്തും തമ്മിൽ വ്യത്യാസപ്പെടുത്തലല്ലേ? ഓക്കെ. പക്ഷെ വേറെ കാര്യം നമ്മളെ മൊത്തം ആദത്തുകൾ സുന്നത്തായി മാറുന്ന ഒരു അവസ്ഥയിലല്ലേ പൂർണ്ണമായി എത്തുക. ആദത്ത് സുന്നത്തിൻ്റെ നിയ്യത്ത് ഉണ്ടെങ്കിലല്ലേ അല്ലേ നമ്മൾ അയ്യാദ് ഖബീസ് റഹിമഹുല്ലാഹ് എപ്പോഴും പറയും, ഒരു മുഅ്മിന് വിജയായ ഒരു ശരിയായ മുഅ്മിന് മുബാഹില്ല എന്നാ. അയാൾ എല്ലാ മുബാഹും നിയ്യത്ത് കൊണ്ട് അയാൾ എന്താക്കും ഇബാദത്താക്കി മാറ്റുന്ന. ഹക്കദാന യഖൂലു ശൈഖുനാ ദായിമൻ. അയ്യാദ് ഖബീസ് എപ്പോഴും കണ്ടാൽ പറയുന്ന ഒരു വാക്കാണത്. അങ്ങനെയല്ല, ആദത്താവണമെങ്കിലും അത് സുന്നത്താന്നുള്ള നിയ്യത്തിലാണ് ആദത്ത്. ഇല്ല, വെറും ഇങ്ങനെ ചെയ്തു വന്ന ആദത്തായിട്ടല്ല, സുന്നത്തല്ലല്ലോ, ആദത്തല്ലേ. അതന്നെ സുന്നത്ത് ആദത്താക്കി സുന്നത്തിൻ്റെ അപ്പം നിയ്യത്ത് അപ്പോഴും ഇസ്തിഗ്ഫാറുണ്ടാവുമല്ലോ. വയുസന്നു അൻ യൻവിയ ബിസ്സിവാക്കി സുന്നത വഅൻ യസ്താക ബിയമീനിഹി. വലത്തെ കൈകൊണ്ട് എന്ത് ചെയ്യുക? കാരണം എന്താ വെച്ചാൽ നജസിനെ നേരിട്ട് തൊടാത്തത് കൊണ്ടാണ് വലത്തത്. നജസ് നേരിട്ട് തൊടന്തോ അല്ലെങ്കിൽ അടുത്തോടണമെങ്കിൽ എടുത്ത കൈയായിരുന്നു വേണ്ടത്. നജസല്ല ഖദാറത്ത്, നജസല്ല ഖദാറത്ത്. വയബ്ദഉ ബിൽ ജാനിബിൽ ഐമനി മിൻ ഫമിഹി, വലത്തെ ഭാഗത്തുനിന്ന്. എങ്ങനെ? വലത്തോട്ടുനിന്ന് അടുക്കൽക്ക്, പിന്നെ അടുത്തോട്ടുനിന്ന് അടുക്കൽക്ക്, അങ്ങനെ. വഅൻ യുമിറഹു അലാ സഖ്ഫി ഹൽഖിഹി ഇംറാറൻ ലതീഫൻ. ഭയങ്കര ഇട്ട് വരക്കണ്ട,
ആ ആ ഭാഗത്ത് ഇങ്ങനെ മേൽഭാഗം. ആ മേൽഭാഗത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ബ്രഷ് കൊണ്ട് ആക്കാം. ആ ആ ആ സുന്നത്ത ഇമ്രാറൻ ലത്തീഫൻ, അതായത് ഇങ്ങനെ ഒരക്കണ്ടാന്ന്. ലിസാന് പറയുന്നതിന്റെ മുന്നേ എന്താ മേലെ പറഞ്ഞു? ആ അതുണ്ടെന്ന്. വഅല കറാസി അദ്റാസിഹി, അകപ്പല്ലിന്റെ മേൽഭാഗം സീറ്റ്. അത്രയാണ് മത്തിനിയിൽ കാണുന്നുള്ളൂ. പിന്നെ ലിസാനൊന്നും അല്ല ഷർഹിൽ കാണുന്നില്ല. അതൊക്കെ ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളിതിൽ എന്താ ഇല്ലല്ലോ. ആ ലിസാൻ, ശരിക്കും മേൽത്തട്ട് ഇവിടെ പറയുന്നതിന്റെ മുന്നേ ലിസാനൊക്കെ തൂലാണ്. ലിസാനും മേൽത്തട്ടൊക്കെ തൂലാണ്. ഇനി ഫുറൂലും കൂടി ഓതാ. ഇത് അറിയണ ബാബായത് കൊണ്ട് കുറേ ഫറകൾ ഉണ്ടാവില്ല, പഠിച്ച ബാബുകളല്ലേ. قال فصل في إن شاء الله. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك إن شاء الله.